Good morning. Good morning, Miss. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Okay, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് ഹോസ്പിറ്റൽ അക്യൂട്ട് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ കംപ്ലീറ്റ് ആയില്ലേ? കംപ്ലീറ്റ് ആയിരുന്നില്ലേ? ഓക്കെ. അപ്പൊ ഇന്ന് പുതിയൊരു ചാപ്റ്റർ, അതായത് മെഡിക്കൽ ടെർമിനോളജിയില് ഓൾറെഡി നിഷ മാം കുറച്ച് ഫസ്റ്റ് പ്രിഫിക്സ് എടുത്തിട്ടുണ്ട് അല്ലെ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അതിന് സഫിക്സ് ഒടുങ്ങിയാണ് കേട്ടോ മിസ് എടുക്കുന്നത്. മെഡിക്കൽ ടെർമിനോളജിയിലെ സഫിക്സ് ഒടുങ്ങിയാണ് ഇന്ന് എടുക്കുന്നത്. പ്രിഫിക്സ് കംപ്ലീറ്റ് അല്ലേ? അല്ലേ? കംപ്ലീറ്റ് അല്ലേ പ്രിഫിക്സ്? ഓക്കെ ഓക്കെ ശരി. അപ്പോ സഫിക്സ് മിസ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ അതിന് ഇത് കംപ്ലീറ്റ് ആവുന്നതിനനുസരിച്ച് ഓരോ ടീച്ചേഴ്സിനെയും കംപ്ലീറ്റ് ആവുന്നതിനനുസരിച്ച് നമ്മൾ ഷെയർ ചെയ്താണ് സാധാരണ മെഡിക്കൽ ടെർമിനോളജി എന്ന് പറയുന്ന ചാപ്റ്റേഴ്സ് എടുക്കാറ്. സഫിക്സ്, പ്രിഫിക്സ്, കോമൺ റൂട്ട് വേർഡ്സ്, അബ്രീവിയേഷൻസ്, അങ്ങനെ കുറച്ച് ടേംസ് ഉണ്ട്. അപ്പൊ അത് നമ്മൾ ഡിവൈഡ് ചെയ്താണ് എടുക്കാറ്. നമ്മൾ മിസ് കണ്ടിന്യൂ ചെയ്തെടുക്കാം. ബാക്കി ടീച്ചേഴ്സിന്റെ തീരുന്നതിനനുസരിച്ച് നമ്മുടെ പോർഷൻസ് കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ, ബാക്കി പോർഷൻസ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇത് ഷെയർ ചെയ്തായിട്ടുണ്ട് ബാക്കി ഭാഗങ്ങൾ എടുക്കാം. ഓക്കെ. ഓൾറെഡി ടീച്ചേഴ്സിന്റെ ഓരോ ചാപ്റ്റേഴ്സ് റണ്ണിങ് ആണല്ലോ അല്ലേ? ഇപ്പൊ ലബോറട്ടറി ആയിരിക്കും നിഷ മിസ് എടുക്കുന്നത് അല്ലെ? ലബോറട്ടറി അല്ലേ എടുക്കുന്നത്? ലബോറട്ടറി സർവീസസ്. ഓക്കെ. ബാക്കി ഏതെങ്കിലും ചാപ്റ്റേഴ്സ് ഇനി സ്റ്റാർട്ട് ചെയ്യാത്തതുണ്ടോ? സ്റ്റാർട്ട് ചെയ്യാത്ത ഏതെങ്കിലും ചാപ്റ്റർ ഉണ്ടോ? ഇല്ല. ഓൾറെഡി എല്ലാ ചാപ്റ്റേഴ്സും ലാസ്റ്റ് ചാപ്റ്റേഴ്സ് ഇപ്പൊ റണ്ണിങ്ങിലാണ് അല്ലെ? ഓക്കെ. അപ്പൊ ഈ ഒരു ചാപ്റ്ററും കൂടി ഉള്ളൂ. അപ്പൊ ഈ ഒരു ചാപ്റ്റർ തീരുന്നതിനനുസരിച്ച് നമ്മൾ പോർഷൻസ് ഡിവൈഡ് ചെയ്ത് എടുത്ത് തീർക്കോട്ടോ. ഓക്കെ. അപ്പൊ നമ്മള് സഫിക്സ്, നിങ്ങൾ ഓൾറെഡി പ്രിഫിക്സ് സഫിക്സ് എന്താണെന്നൊക്കെ ഉള്ളത് ആ ഒരു ഇൻട്രൊഡക്ഷൻ ഭാഗത്ത് പഠിച്ചിട്ടുണ്ടാവും. പഠിച്ചില്ലേ? പഠിച്ചോ? പ്രിഫിക്സ് പഠിച്ചില്ലേ? പഠിച്ചു. ഓക്കെ. അപ്പൊ എന്താണ് ഒരു സഫിക്സ് എന്ന് പറഞ്ഞാല്? എന്താണ് ഒരു സഫിക്സ്? നമ്മുടെ വേർഡ്സിന്റെ ഏത് ഭാഗത്താണ് സഫിക്സ് ചേർക്കുക? ബിഗിനിങ്ങിലാണോ എൻഡിലാണോ? വേർഡിന്റെ ബാക്കിലായിട്ട് അല്ലെങ്കിൽ എൻഡിലായിട്ട് നമ്മൾ ചേർക്കുന്നതാണ് അല്ലെ സഫിക്സ് എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? എന്തിനു വേണ്ടിയാ നമ്മൾ സഫിക്സ് ചേർക്കാം? ഒരു റിയൽ വേർഡിന്റെ എന്തെങ്കിലും ഇപ്പൊ ഒരു കോമൺ റൂട്ട് വേർഡ്സോ അല്ലെങ്കിൽ റിയൽ വേർഡോ എടുത്തിട്ട് അതിനെ ആൾട്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സഫിക്സ് ചേർക്കുന്നത് അല്ലെ? അപ്പൊ അതൊരു പ്രൊസീജിയറിന് വേണ്ടിയിട്ടാവാം, അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ മെഡിക്കൽ ഫീൽഡുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രൊസീജിയറിനെ സൂചിപ്പിക്കുന്നതാവാം, എന്തെങ്കിലും ഒരു കണ്ടീഷനെ അല്ലെ അവസ്ഥയെ സൂചിപ്പിക്കുന്നതാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിസീസിനെ സൂചിപ്പിക്കുന്നതാവാം. അപ്പൊ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഒരു മെയിൻ ആയിട്ടുള്ള റിയൽ വേർഡ് എടുത്തിട്ട് അതിന്റെ കൂടെ സഫിക്സുകൾ ചേർക്കാറുണ്ട് അല്ലെ? സാധാരണയായിട്ട് സഫിക്സ് എന്ന് പറയുന്നത് ശരിക്കും ആ ഒരു വേർഡിന്റെ എൻഡില് ബാക്ക് സൈഡില് നമ്മൾ ചേർക്കുന്ന വേർഡ്സ് അല്ലെങ്കിൽ എന്താണ് ടെർമിനോളജിയാണ് സഫിക്സ് എന്ന് പറയുന്നത്. അപ്പൊ കോമൺലി നമ്മൾ കുറച്ച് സഫിക്സുകളൊക്കെ നമ്മൾ കോമൺ ആയിട്ട് കുറച്ചുള്ളൂ കേട്ടോ. സഫിക്സ് നിങ്ങൾ പഠിച്ച പോലെ പ്രിഫിക്സിന്റെ അത്രയൊന്നുമില്ല, കുറച്ച് ഭാഗങ്ങൾ കുറച്ച് മാത്രമേ സഫിക്സ് ഉള്ളൂ. ആ ഉള്ളത് നമ്മൾ വൃത്തിയായിട്ട് പഠിക്കുക. അതിൽ ഓൾറെഡി പ്രിഫിക്സ് പഠിച്ചപ്പോ മിസ് പറഞ്ഞു തന്നില്ലേ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളവ ഏതൊക്കെയാന്ന് നോട്ട് ചെയ്ത് വെക്കാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നില്ലേ? അപ്പൊ അതുപോലെ തന്നെ സഫിക്സിലാണെങ്കിലും ഇനി പഠിക്കാൻ പോകുന്ന കോമൺ റൂട്ട് വേർഡ്സ് ആണെങ്കിലും എല്ലാത്തിലും മിസ് പറഞ്ഞു തരാം കേട്ടോ. അപ്പൊ അങ്ങനെ ഓരോ പേജിലുള്ളത് ഏതൊക്കെയാന്ന് വെച്ചാൽ അതൊന്ന് നോട്ട് ചെയ്തിട്ട് അതൊന്ന് സ്ട്രെസ് ചെയ്ത് പഠിക്കണേ കൂടുതലായിട്ട്. ബാക്കിയുള്ളവ പഠിക്കേണ്ട എന്നല്ലാട്ടോ പറയുന്നത്. നിങ്ങൾ വായിച്ച് വിടണം, വായിച്ച് മനസ്സിലാക്കി വെക്കണം. എന്നാൽ പോലും കൂടുതൽ ചോദിച്ചു കണ്ടിരിക്കുന്ന ഭാഗങ്ങളാണ് നമ്മൾ ഈ എടുത്ത് പറയുന്നത് കേട്ടോ. കൂടുതലും ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കണ്ടിട്ടുള്ള ഭാഗങ്ങൾ. അപ്പൊ ആ ഭാഗത്തുനിന്നായിരിക്കും കൂടുതൽ വരാൻ ചാൻസ് കൂടുതലുള്ളതും. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു തരുന്നത്. അപ്പൊ ബാക്കിയുള്ള ഭാഗങ്ങളൊന്നും ജസ്റ്റ് വായിച്ചു വിടണം കേട്ടോ. ഇനി ഇൻ കേസ് എങ്ങാനും അവിടെ നിന്ന് ഒരു ക്വസ്റ്റ്യനോ കാര്യങ്ങളോ കയറി വന്നു കഴിഞ്ഞാൽ നമുക്കൊന്ന് അറ്റൻഡ് ചെയ്യണമല്ലോ, അതിന് വേണ്ടിട്ട് കേട്ടോ. ഓക്കെ. അപ്പൊ നമുക്ക് സഫിക്സ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ പ്രിഫിക്സ് കംപ്ലീറ്റ് ആയല്ലോ. 127 വരെയും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? ഓക്കെ. നിഷ മാം എടുത്തിട്ടുണ്ടല്ലോ അല്ലെ? ഓക്കെ ശരി. ഓക്കെ. അപ്പൊ നമുക്ക് കോമൺ സഫിക്സുകളെ കുറിച്ചാണ് പഠിക്കുന്നത്. ഇപ്പൊ കോമൺ സഫിക്സുകളില്
കുറച്ച് ഭാഗമാണ് നമുക്ക് ആദ്യം നോക്കാം. അപ്പൊ അതില് ഫസ്റ്റ് വൺ ആണ് ആൽജിയ. സഫിക്സുകളാണ് പറയുന്നത്. ആൽജിയയുടെ മീനിങ് എന്താണ്? റിലേറ്റിംഗ് ടു പെയിൻ. ഇപ്പൊ നിങ്ങളോട് രണ്ട് രീതിയിൽ ചോദിക്കാം. ഇപ്പൊ ഈ ഒരു സഫിക്സ് അതിന്റെ മീനിങ് എന്താണ്, അല്ലെങ്കിൽ ഈ ഒരു മീനിങ് വരുന്ന സഫിക്സ് എന്താണെന്ന് ചോദിക്കാം. അല്ല എങ്കിൽ ആൽജിയ എന്ന് പറയുന്ന സഫിക്സിന്റെ മീനിങ് എന്താണെന്ന് ചോദിക്കാം. അങ്ങനെയും വരാട്ടോ. അപ്പൊ അങ്ങനെ വരുമ്പോ അത് മനസ്സിലാക്കി രണ്ട് നേരെ തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും പഠിച്ചു വെക്കണേ. ആ ഒരു ഒറ്റ രീതിയിൽ. അപ്പൊ അതായത് ആൽജിയ എന്ന് പറയുന്നതിന്റെ വേർഡ് മീനിങ് ഇന്നത് മാത്രമാണ്. ആ ഒരു രീതിയിൽ മാത്രം പഠിച്ചു വെക്കരുത്. റിലേറ്റിംഗ് ടു പെയിൻ എന്ന അർത്ഥം വരുന്ന സഫിക്സുകളിൽ ഇതിലെ സഫിക്സിലാണ് റിലേറ്റിംഗ് ടു പെയിൻ എന്നൊരു മീനിങ് വരുന്നത് എന്ന് ചോദിച്ചാലും ഓപ്ഷനിൽ നിന്ന് ആൽജിയ എന്ന് പറയുന്ന വേർഡാണ് ചൂസ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. അങ്ങനെ നോക്കണം കേട്ടോ. അപ്പൊ ഇതിന്റെ ഫസ്റ്റ് ടേം ആണ് ആൽജിയ. ആൽജിയ എന്ന് പറഞ്ഞാൽ റിലേറ്റിംഗ് ടു പെയിൻ അല്ലെ, വേദനയുമായി ബന്ധപ്പെട്ടത് എന്നുള്ള അർത്ഥമാണ് ആൽജിയക്ക് വരുന്നത്. അറിയാലോ, ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ടേംസ് കേട്ടിട്ടുണ്ടോ? ആർത്രാൽജിയ, മയാൽജിയ കേട്ടിട്ടുണ്ടോ? അത് സെഫാൽജിയ കേട്ടിട്ടുണ്ടോ? മസിൽസിന്റെ പെയിനെയാണ് മയാൽജിയ എന്ന് പറയുന്നത്. ആർത്രാൽജിയ എന്ന് പറയുമ്പോൾ ജോയിന്റ് പെയിനെയാണ് അല്ലെ, ജോയിന്റ്സുമായി ബന്ധപ്പെട്ട പെയിനെയാണ് ആർത്രാൽജിയ എന്ന് പറയുന്നത്. ഇനി സെഫാൽജിയ എന്ന് പറയുമ്പോൾ ഹെഡ് ഏക്കിനെയാണ് കേട്ടോ. അപ്പൊ അങ്ങനെ റിലേറ്റിംഗ് ടു പെയിൻ, വേദനയുമായി ബന്ധപ്പെട്ടത് എന്നർത്ഥം വരുന്ന ഒരു സഫിക്സ് ആണ് ആൽജിയ. ആൽജിയയുടെ അർത്ഥം റിലേറ്റിംഗ് ടു പെയിൻ എന്നാണ് അതിന്റെ മീനിങ് വരുന്നത്. അപ്പൊ അതിന് എക്സാമ്പിളുകളൊന്നും എഴുതണമെന്നില്ല. നിങ്ങൾ പ്രിഫിക്സിൽ എഴുതിയിരുന്നോ? എക്സാമ്പിൾ എഴുതണമെന്നില്ല. നിങ്ങൾ ആ ഒരു മീനിങ് കാര്യം എഴുതുന്നത് ജസ്റ്റ് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് മിസ് എക്സാമ്പിളുകളായിട്ടൊക്കെ ഇങ്ങനെ പറയുന്നത്. അപ്പൊ നമ്മള് കേട്ടിട്ടുള്ള ടേംസ് ഒക്കെ ആണെങ്കിൽ നമുക്കൊന്ന് കണക്ട് ചെയ്യാൻ പറ്റുമല്ലോ. അതിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ആകെ ചോദിക്കാവുന്നത് ഇതിന്റെ മീനിങ്ങും ആ ഒരു സഫിക്സ് എന്താന്ന് മാത്രം പഠിച്ചു വെച്ചാൽ മതിയേ. ഓക്കെ, അപ്പോ അത് ക്ലിയർ അല്ലേ? ആൽജിയ എന്ന് പറയുന്ന വേർഡ് റിലേറ്റിംഗ് ടു പെയിൻ, പെയിൻ അല്ലെങ്കിൽ വേദനയുമായി ബന്ധപ്പെട്ടതാണ്. അതിന് പല ടേംസ് നമ്മൾ പല സഫിക്സുകൾ യൂസ് ചെയ്യാറുണ്ട്. അതായത് പല ടേംസിന്റെ കൂടെയും ഈ ഒരു സഫിക്സ് യൂസ് ചെയ്യാറുണ്ട്. അതില് മയാൽജിയ എന്ന് പറയാറുണ്ട്, മസിൽ പെയിനെയാണ് നമ്മൾ അതിന് യൂസ് ചെയ്യുന്നത്. സെഫാൽജിയ എന്ന് പറഞ്ഞാൽ ഹെഡ് ഏക്കിനെയാണ് നമ്മൾ അതിന് സൂചിപ്പിക്കുന്നത്. ഇനി ആർത്രാൽജിയ എന്ന് പറയുന്നത് ജോയിന്റ് പെയിനെയാണ് സൂചിപ്പിക്കുന്നത്. ക്ലിയർ ആണോ? ചില എക്സാമ്പിളുകൾ പറയുന്നൊന്നുള്ളൂ കേട്ടോ, കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ അല്ലേ? ശരി. നെക്സ്റ്റ് വൺ ആണ് അസ്തെനോ. അസ്തിനോ എന്ന് പറയാറുണ്ട്, അസ്തെൻ എന്നും പറയാറുണ്ട്. ആ ഓ ചില സമയത്ത് പ്രൊനൗൺസ് ചെയ്യാറുണ്ട് കേട്ടോ. അസ്തിനോ എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ അസ്തെൻ എന്നുള്ള രീതിയിലും പറയാറുണ്ട്. അതിന്റെ മീനിങ് പറഞ്ഞത് ഫീബിൾനെസ് ആണ്. എന്താണ് ഫീബിൾനെസ് എന്ന് പറയുന്നത്? വീക്ക്നെസ് അല്ലെങ്കിൽ ഒരു ബലഹീനത എന്ന് നമ്മൾ പറയില്ലേ. അപ്പൊ ഇതിന് മയാസ്തീനിയ എന്ന് പറയാറുണ്ട്, ടേം യൂസ് ചെയ്യാറുണ്ട്. മയാസ്തീനിയ അതായത് മസിൽസിന്റെ വീക്ക്നെസ്സിനെയാണ് ഉദ്ദേശിക്കുന്നത്. ആ ഒരു വീക്ക്നെസ് എന്നുള്ള ഒരു വേർഡ് അല്ലെങ്കിൽ ആ ഒരു വീക്ക്നെസ് എന്നുള്ള ഒരു മീനിങ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സഫിക്സ് ആണ് അസ്തിനോ അല്ലെങ്കിൽ അസ്തൻ എന്നുള്ളൊരു വേർഡ്. അതിന്റെ അർത്ഥം ഫീബിൾനെസ് അല്ലെങ്കിൽ വീക്ക്നെസ്, ബലഹീനത എന്നുള്ളൊരു അർത്ഥമാണ് വരുന്നത്. അപ്പൊ അതിന്റെ യൂസ് ചെയ്ത് ഈ ഒരു സഫിക്സ് യൂസ് ചെയ്ത് വരുന്ന ഒരു ടേം ആണ് മയാസ്തീനിയ, അതായത് മസിൽസിന്റെ വീക്ക്നെസ്. ക്ലിയർ ആണോ? രണ്ടാമത്തെ സെക്കൻഡ് വൺ ക്ലിയർ അല്ലേ? ഓക്കെ. ദെൻ തേർഡ് വൺ ആണ് ബ്ലാസ്റ്റ്. ബ്ലാസ്റ്റ് എന്ന് പറഞ്ഞാല് മീനിങ് ഇമ്മെച്വർ സെൽ എന്നാണ് അർത്ഥം. അതായത് ഇമ്മെച്വർ, പ്രായപൂർത്തിയാകാത്ത അല്ലെങ്കിൽ മെച്യൂർ ആകാത്ത സെൽസിനെയാണ് ശരിക്കും ബ്ലാസ്റ്റ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ടേംസ് കേട്ടിട്ടുണ്ടോ? ഓസ്റ്റിയോബ്ലാസ്റ്റ് കേട്ടിട്ടുണ്ടോ? ഓസ്റ്റിയോ എന്ന് പറയുമ്പോൾ എന്തുമായി ബന്ധപ്പെട്ടായിരിക്കും? ഓസ്റ്റിയോബ്ലാസ്റ്റ്. അതുപോലെ തന്നെ ഒഡോണ്ടോബ്ലാസ്റ്റ് കേട്ടിട്ടുണ്ടോ? ഓസ്റ്റിയോ എന്ന് പറയുമ്പോൾ എന്തുമായി ബന്ധപ്പെട്ടതായിരിക്കും? ഒന്ന് കണക്ട് ചെയ്ത് നോക്കിയേ. ഓസ്റ്റിയോ ആ ഒരു വേർഡ് എന്തുമായി ബന്ധപ്പെട്ടതാണ്? നമ്മൾ എന്തുമായി ബന്ധപ്പെട്ട ഡിസീസിൽ ഒതുക്കിയാ ഓസ്റ്റിയോ എന്ന് പറയാ? ഓസ്റ്റിയോ മലേഷ്യ, ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, ഓസ്റ്റിയോപോറോസിസ് പറയാറില്ലേ? ഇതുമായി ബന്ധപ്പെട്ടതാ? ഒരട്ടിയില്ല. ബോൺസ് റിലേറ്റഡ് ആയിട്ടല്ലേ നമ്മൾ ആ ഒരു വേർഡ് പറയാറ് അല്ലേ? ഓർക്കുന്നില്ല? ഓസ്റ്റിയോപോറോസിസ്, ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്നൊക്കെ പറഞ്ഞാൽ ബോൺസ് റിലേറ്റഡ് ആയിട്ടുള്ള, ഓസ്റ്റിയോ എന്ന് പറഞ്ഞാൽ ബോൺസ് റിലേറ്റഡ് ആയിട്ടുള്ള ടേം ആണ് കേട്ടോ. ഇവിടെ എന്താണ് നമ്മൾ പറഞ്ഞു? ബ്ലാസ്റ്റ് എന്നുള്ളൊരു സഫിക്സ് ആണ്.
അപ്പൊ അതിന്റെ അർത്ഥം ഇമ്മെച്യൂർ സെൽ എന്നാണ്, അതായത് പ്രായപൂർത്തിയാകാത്ത അല്ലെങ്കിൽ മെച്യൂർ ആകാത്ത സെൽ എന്നാണ് ഇതിന്റെ അർത്ഥം. അപ്പൊ അതിന് ഉപയോഗിക്കുന്ന ഒന്ന് രണ്ട് ടേംസ് ആണ് വെച്ച് പറയുന്നത്. ഓസ്റ്റിയോബ്ലാസ്റ്റ് എന്ന് പറഞ്ഞാല് ബോൺ ബിൽഡിംഗ് സെൽസിനെയാണ്, ബോൺ നിർമ്മിക്കുന്ന സെൽസിനെയാണ് ഓസ്റ്റിയോബ്ലാസ്റ്റ് എന്ന് പറയുന്നത്. സെല്ലിനെയാട്ടോ വിളിക്കുന്നത്. ഇനി ഒഡൻഡോബ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അപ്പൊ ഒഡൻഡോ എന്ന് പറഞ്ഞാല് ടൂത്ത് റിലേറ്റഡ് ആണ് അല്ലെ, പല്ലുമായി ബന്ധപ്പെട്ട ടേം ആണ്. അപ്പൊ ടൂത്ത് ഫോമിംഗ് സെൽസിനെയാണ് ഒഡൻഡോബ്ലാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഓസ്റ്റിയോബ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ബോൺ ബിൽഡിംഗ് സെൽസിനെയാണ്, അതുപോലെ ഒഡൻഡോബ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ടൂത്ത് ഫോമിംഗ് സെൽസിനെയാണ്. അപ്പൊ അതൊക്കെ ഈ രണ്ട് സഫിക്സ് ഉപയോഗിച്ചുകൊണ്ട്, ബ്ലാസ്റ്റ് എന്ന് പറയുന്ന സഫിക്സ് ഉപയോഗിച്ചുകൊണ്ട് വരുന്ന സെല്ലുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത് ഇമ്മച്വർ അല്ലെങ്കിൽ മെച്വർ ആവാത്ത സെൽസ് എന്നുള്ള രീതിയിലുള്ള മീനിങ് ആണ്. അതിൽ വരുന്ന രണ്ട് ടേംസ് ആണ് ഓസ്റ്റിയോബ്ലാസ്റ്റ്, ഒഡൻഡോബ്ലാസ്റ്റ് എന്ന് പറയുന്ന ടേംസ്. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? മനസ്സിലാവുന്നില്ലേ മിസ് പറയുന്നത്? ക്ലിയർ ആവുന്നില്ലേ? ഈ ഒരു ഭാഗം നിങ്ങൾക്ക് കുറച്ച് ഫെമിലിയർ അല്ലാത്ത ടേംസ് ആയതുകൊണ്ടാണ് കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു കോമൺ റൂട്ട് വേർഡ്സിലേക്കൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ളതായിരിക്കും കേട്ടോ. ഓക്കെ, അടുത്തതാണ് നെക്സ്റ്റ് വൺ ആണ് സെലെ. സെലെ എന്ന് പറയുന്ന ടേം റിലേറ്റിംഗ് ടു എ ട്യൂമർ ഓർ സ്വെല്ലിംഗ്, ട്യൂമറുമായി ബന്ധപ്പെട്ടത് അല്ലെങ്കിൽ എന്തെങ്കിലും വീക്കവുമായി സ്വെല്ലിംഗ്, വീക്കവുമായി ബന്ധപ്പെട്ട ഒരു സഫിക്സ് ആണ് സിലെ. സിലെ എന്ന് പറയുമ്പോൾ അതിൽ കുറേയധികം ടേംസ് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ സിലയുമായി ബന്ധപ്പെട്ട. അപ്പൊ സിലെ എന്ന് പറഞ്ഞാൽ നമ്മുടെ സൈറ്റോസിലെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് യൂറിനറി ബ്ലാഡർ, നമ്മുടെ യൂറിനറി വജൈനൽ കനാലിലെ യൂറിനറി ബ്ലാഡർ വജൈനൽ കനാലിലേക്ക് ഹെർണിയേഷൻ അല്ലെങ്കിൽ വീക്കം സംഭവിക്കുന്നതിനെയാണ് സൈറ്റോസിലെ എന്നൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ മെനിഞ്ചോസിലെ എന്ന് പറഞ്ഞാൽ നമ്മുടെ മെനിഞ്ചസുമായി ബന്ധപ്പെട്ട ഒരു പ്രൊട്രൂഷൻ അല്ലെങ്കിൽ ഒരു വീക്കം അല്ലെങ്കിൽ ഒരു തള്ളി വരുന്ന പുറത്തേക്ക് വരുന്ന ഒരു അവസ്ഥ, അങ്ങനെയുള്ള കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അപ്പൊ അത് ഇമ്പോർട്ടന്റ് ഒന്നും അല്ല കേട്ടോ. റിലേറ്റിംഗ് ടു ട്യൂമർ ഓർ സ്വെല്ലിംഗ് എന്നുള്ള ഒരു അർത്ഥം മാത്രം മനസ്സിലാക്കിയാൽ മതി. സെലെ എന്ന് പറയുന്ന സഫിക്സിന്റെ അർത്ഥം റിലേറ്റിംഗ് ടു ട്യൂമർ ഓർ സ്വെല്ലിംഗ്, എന്താണ് ട്യൂമർ അല്ലെങ്കിൽ ക്യാൻസറുമായി ബന്ധപ്പെട്ടത് അല്ലെങ്കിൽ സ്വെല്ലിംഗ് വീക്കവുമായി ബന്ധപ്പെട്ടത് എന്നുള്ള അർത്ഥം. അപ്പൊ ഇവിടെ നമ്മള് ഹെർണിയൊക്കെ പറയാറുണ്ടല്ലോ, അതുപോലെ തന്നെ യൂറിനറി ബ്ലാഡർ നമ്മുടെ വജൈനൽ കനാലിലേക്ക് ഹെർണിയേറ്റ് ചെയ്ത് നിർത്തുന്ന ഒരു അവസ്ഥയാണ് സൈറ്റോസെലെ എന്ന് പറയുന്നത്. അപ്പൊ ആ സെലെ എന്ന് പറയുന്ന ഒരു സഫിക്സ് അവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു സ്വെല്ലിംഗ് അല്ലെങ്കിൽ ട്യൂമർ എന്നുള്ള ഒരു അർത്ഥമാണ്. അതുപോലെ മെനിഞ്ചസിന്റെ ആ ഒരു പ്രൊട്രൂഷനെയാണ് നമ്മൾ മെനിഞ്ചോസെലെ എന്ന് പറയുന്നത്. ആ ഒരു ടേം ആണ് യൂസ് ചെയ്യുക കേട്ടോ. ദെൻ അടുത്തതാണ് സെൻറ്റസിസ്. സെൻറ്റസിസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? റിലേറ്റിംഗ് ടു എ പ്രൊസീജിയർ ഇൻ വിച്ച് ആൻ ഓർഗൻ ഓർ ബോഡി ക്യാവിറ്റി ഈസ് പങ്ക്ചർഡ് ഓഫൻ ടു ഡ്രെയിൻ സർപ്ലസ് ഫ്ലൂയിഡ് ഓർ ഗെറ്റ് എ സാമ്പിൾ ഫോർ അനാലിസിസ്. ഈ സെൻറ്റസിസ് എന്ന് പറയുന്ന ടേം ആയിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും സഫിക്സ് ഉള്ള ടേം കേട്ടിട്ടുണ്ടോ? ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ടേം കേട്ടിട്ടുണ്ടോ? ഏതിന്റെങ്കിലും ലാസ്റ്റ് എൻഡ് ആയിട്ട് സെന്റൻസസ് വരുന്നത് കേട്ടിട്ടില്ല? അമ്നിയോസെന്റസിസ് എന്ന് പറഞ്ഞ ടേം കേട്ടിട്ടുണ്ടോ? അമ്നിയോസെന്റസിസ് അതും കേട്ടിട്ടില്ല. അമ്നിയോസെന്റസിസ് എന്ന് പറഞ്ഞ ടേം കേട്ടിട്ടുണ്ടോ? എന്താണ് അമ്നിയോസെന്റസിസ്? അമ്നിയോട്ടിക് സാക്ക് എന്താണ്? നമ്മുടെ അമ്നിയോട്ടിക് സാക്കിൽ ഇതിപ്പോ എന്താണ്, ഗർഭാവസ്ഥയില് അമ്മയുടെ അമ്നിയോട്ടിക് സാക്കിൽ നിന്ന് എന്ത് ചെയ്യാറുണ്ട്? പലതരത്തിലുള്ള പരിശോധനകൾക്കായിട്ട് ആ ഫ്ലൂയിഡ് കളക്ട് ചെയ്യാറുണ്ട് അല്ലേ? ഫ്ലൂയിഡ് കളക്ട് ചെയ്യാറില്ലേ? കാരണം എന്തിനാ? കുട്ടിക്ക് എന്തെങ്കിലും ജനിതകപരമായിട്ടുള്ള വൈകല്യങ്ങളുണ്ടോ കാര്യങ്ങളുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി അല്ലെ? ആ ഒരു പ്രൊസീജിയറിനെയാണ് അമ്നിയോസെന്റസിസ് എന്ന് പറയുന്നത്. അപ്പൊ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ഒരു അമ്നിയോട്ടിക് സാക്കിൽ നിന്നും എന്തെങ്കിലും നീഡിൽസോ കാര്യങ്ങളോ ഉപയോഗിച്ചുകൊണ്ട് ആ അമ്നിയോട്ടിക് സാക്കിനെ പങ്ക്ചർ ചെയ്യാന്ന് തുളയ്ക്കുക. തുളച്ച് എന്തെങ്കിലും നീഡിൽസോ ഉപയോഗിച്ചുകൊണ്ട് തുളച്ച് നമ്മൾ ആ ഒരു അമ്നിയോട്ടിക് സാക്കിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ആ ഒരു ഫ്ലൂയിഡ് റിമൂവ് ചെയ്ത് എന്തെങ്കിലും സാമ്പിൾസ് ആ ഒരു ഫ്ലൂയിഡ് എന്ത് ചെയ്യുന്നു? അനാലിസിസിന് വേണ്ടി കുട്ടിക്ക് എന്തെങ്കിലും ബർത്ത് ഡിഫക്ട്സോ കാര്യങ്ങളോ ഉണ്ടോ, ജനറ്റിക് പരമായിട്ടുള്ള അബ്നോർമാലിറ്റീസ് ഉണ്ടോ എന്നൊക്കെ പരിശോധിക്കുന്ന ഒരു പ്രൊസീജിയറാണ് അമ്നിയോസെന്റസിസ് ചെയ്യാന്ന് പറയുന്നത്. ആ ഫ്ലൂയിഡ് റിമൂവ് ചെയ്ത് സാമ്പിള് അനാലിസിസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എടുക്കുന്നു. അത് ക്ലിയർ അല്ലേ? ഇനി ആർത്രോസെന്റസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫങ്ഷൻ ഓഫ് ജോയിന്റ് ടു റിമൂവ് ഫ്ലൂയിഡ്. നമ്മുടെ ഈ കാൽമുട്ടിന്റെ അവിടെയൊക്കെ നീര് വരാറുണ്ട് ഇല്ലേ ചില ആളുകൾക്ക് സന്ധികളില്. അപ്പൊ അവിടുത്തെ ഫ്ലൂയിഡ്സ് എന്ത് ചെയ്യാറുണ്ട്? ഇൻഫ്ലമേഷൻസ് അല്ലെങ്കിൽ വരുമ്പോഴാണല്ലോ ഈ വീക്കൊക്കെ വരുന്നത്. അപ്പൊ ഫ്ലൂയിഡ് റിമൂവ് ചെയ്യുന്ന പ്രൊസീജിയർ കേട്ടിട്ടില്ലേ?
കേട്ടിട്ടില്ലേ? ജോയിൻസിന്റെ അവിടെയുള്ള ഫ്ലൂയിഡ്സ് റിമൂവ് ചെയ്യുന്ന പ്രൊസീജിയർ കേട്ടിട്ടില്ലേ? അതിനെയാണ് ആർത്രോസെന്റസിസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ സെന്റസിസ് എന്ന് പറയുന്ന വേർഡിന്റെ അർത്ഥം തന്നെ റിലേറ്റിംഗ് ടു എ പ്രൊസീജിയർ, ഒരു പ്രൊസീജിയറുമായി ബന്ധപ്പെട്ടതാണ്. അതായത് ഇൻവിച്ച് ആൻ ഓർഗൻ, ഒരു ഓർഗനുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ നമ്മുടെ ബോഡി ക്യാവിറ്റിയുമായി ബന്ധപ്പെട്ടോ ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ആണ്. അതായത് ഈസ് പങ്ക്ച്വൽ. ഇപ്പൊ ഒരു ഓർഗനെ ആയിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു ബോഡി ക്യാവിറ്റിയിലെ പങ്ക്ചർ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ഒരു തുളച്ച് ഓഫൻ ടു ഡ്രെയിൻ സർപ്ലസ് ഫ്ലൂയിഡ്, ആ ഓർഗന്റെ ഉള്ളിലുള്ള അല്ലെങ്കിൽ ആ ഒരു ബോഡി ക്യാവിറ്റിയിലുള്ള എക്സസീവ് ആയിട്ടുള്ള ഫ്ലൂയിഡ്സ് ഡ്രെയിൻ ചെയ്യുക, അല്ലെങ്കിൽ അതിൽ അവിടെ നിന്ന് റിമൂവ് ചെയ്യുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ആ ഒരു സാമ്പിള് അനാലിസിസിന് വേണ്ടി എടുക്കുന്ന പ്രൊസീജിയറിനെയാണ് നമ്മൾ സെന്റസിസ് എന്ന് പറയുന്ന ടേമിന്റെ അർത്ഥം. മനസ്സിലായോ? അപ്പൊ അമ്നിയോസെന്റസിസ് എന്താണ്? ആ ഒരു അമ്നിയോട്ടിക് സാക്ക് എന്ന് പറയുന്ന ആ ഒരു ബോഡി ക്യാവിറ്റിയിൽ നിന്നും നമ്മൾ പങ്ക്ചർ ചെയ്ത് നീഡിൽ ഉപയോഗിച്ച് അവിടെ ഒരു തുള ഉണ്ടാക്കി, അല്ലെങ്കിൽ തുളച്ച് നമ്മൾ നീഡിൽ ഉപയോഗിച്ച് അത് തുളച്ച് എന്ത് ചെയ്യുന്നു, അതിൽ നിന്ന് ഫ്ലൂയിഡ്സ് എടുക്കുന്നു. ഇല്ലേ? എന്തിനു വേണ്ടിയിട്ട്? സാമ്പിൾ ഫോർ അനാലിസിസ്, അല്ലെ? അനാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പല രോഗങ്ങളോ കാര്യങ്ങളോ ആ കുട്ടിക്കുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു സാമ്പിൾ എടുക്കുന്നത്. ശരിയല്ലേ? ഇനി ആർത്രോസെന്റസിസ് എന്ന് പറയുന്നത് നമ്മുടെ ജോയിന്റ്സിന്റെ അവിടെയുള്ള ആ ഒരു വീക്കം അല്ലെങ്കിൽ നീര് കൂടിയ ഒരു അവസ്ഥയുണ്ടെങ്കിൽ അവിടുത്തെ ആ ഒരു ഫ്ലൂയിഡ്സിനെ നമ്മൾ സർപ്ലസ് ആയിട്ടുള്ള എക്സസ് ആയിട്ടുള്ള ഫ്ലൂയിഡിനെ നമ്മൾ ഡ്രെയിൻ ചെയ്ത് നീഡിൽസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. തുളയുണ്ടാക്കി നീഡിൽസ് ഉപയോഗിച്ചുകൊണ്ട് അത് എന്ത് ചെയ്യുന്നു, ഡ്രെയിൻ ചെയ്യുന്ന അത്തരം ഓർഗനോ അല്ലെങ്കിൽ ഒരു ബോഡി ക്യാവിറ്റിയുമോ ബന്ധപ്പെട്ട ഒരു പ്രൊസീജിയറിനെയാണ് നമ്മുടെ സെന്റസിസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അത് മനസ്സിലായോ? ഓക്കെ അല്ലേ? ഇതാണ് നിങ്ങൾ ഒരു ഡ്രോയിങ് ചെയ്യാത്ത, ക്ലിയർ ആവാത്തത് കൊണ്ടാണോ? ഓക്കെ. ദെൻ അടുത്തതാണ് സൈറ്റ്. സൈറ്റ് എന്ന് പറഞ്ഞാല് നിങ്ങൾ കേട്ട് കാണും, സെൽ എന്നുള്ള അർത്ഥമാണ്. കേട്ടിട്ടുണ്ടോ? സൈറ്റ്, സൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ടേം പഠിച്ചിട്ടുണ്ടോ? എന്താണ് RBC? ബ്ലഡ് ബാങ്ക് പഠിച്ചില്ലേ? ബ്ലഡ് ബാങ്ക് പഠിച്ചോ? RBCയുടെയും WBCയുടെയും സയന്റിഫിക് നെയിം ഒന്ന് പറഞ്ഞേ. സൈറ്റ്. എന്താണ് RBCയുടെ സയന്റിഫിക് നെയിം? റെഡ് ബ്ലഡ് സെൽസ് ആണ്. സയന്റിഫിക് നെയിം പഠിച്ചില്ലേ? സയന്റിഫിക് നെയിം പഠിച്ചില്ലേ? വെരി ഗുഡ്. എറിത്രോസൈറ്റ് അല്ലേ? അതിന്റെ ലാസ്റ്റ് വന്നോ? അത് സൈറ്റ് എന്ന് പറയുന്ന ടേം വന്നോ? വന്നു. എന്താണ് WBCയുടെ സയന്റിഫിക് നെയിം? ലൂക്കോസൈറ്റ്. വെരി ഗുഡ്. ലൂക്കോസൈറ്റ് അല്ലെ? അതെ. അപ്പൊ അങ്ങനെ ത്രോംബോസൈറ്റ് ഇതൊക്കെ നമ്മൾ പഠിച്ചതല്ലേ? അപ്പൊ ഇതൊക്കെ ആ സെൽ എന്നുള്ള അർത്ഥമല്ലേ വരുന്നത് സൈറ്റിന്റെ? അങ്ങനെ നമ്മൾ പഠിച്ച ടേംസുമായിട്ടൊന്ന് കണക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഓർമ്മയിൽ നിൽക്കൂട്ടാ. അതിന് വേണ്ടിയിട്ടാണ് മിസ് പറയുന്നത്. അല്ലാതെ നിങ്ങൾക്ക് എക്സാമ്പിളോ കാര്യങ്ങളോ ഒന്നും ചോദിക്കാറില്ല. ജസ്റ്റ് നമുക്കൊന്ന് എന്താണ് മനസ്സിലാക്കി വെക്കണോല്ലോ ഏത് ടേം ആണെങ്കിലും പഠിക്കുന്ന സമയത്ത്. ദെൻ അടുത്തതാണ് എക്ടമി. എക്ടമി എന്ന് പറഞ്ഞാല് സർജിക്കൽ റിമൂവൽ ഓഫ് ബോഡി പാർട്സ്. ബോഡി പാർട്സിന്റെ ശസ്ത്രക്രിയയിലൂടെയുള്ള ഒരു റിമൂവൽ അല്ലെങ്കിൽ നീക്കം ചെയ്യുന്നതിനെയാണ് എക്ടമി എന്ന് പറയുന്നത്. അപ്പൊ അത് പറഞ്ഞ അപ്പൻഡെക്ടമി കേട്ടിട്ടുണ്ടോ? അവരുടെ അപ്പൻഡെക്ടമി എന്താണ്? അപ്പൻഡെക്ടമി എന്ന് പറയുമ്പോ സർജിക്കൽ റിമൂവൽ ഓഫ് അപ്പൻഡിക്സ് അല്ലെ? കേട്ടിട്ടില്ലേ? അപ്പൻഡിക്സ് സർജറി എന്നൊക്കെ കേട്ടിട്ടില്ലേ? അപ്പൻഡിക്സിന്റെ സർജിക്കൽ റിമൂവലിനെയാണ് അപ്പൻഡെക്ടമി എന്ന് പറയുന്നത്. ദെൻ ഹിസ്റ്ററക്ടമി എന്ന് പറഞ്ഞാൽ എന്താണ്? സർജിക്കൽ റിമൂവൽ ഓഫ് യൂട്രസ്. യൂട്രസിന്റെ സർജിക്കൽ റിമൂവലിനെയാണ് ഹിസ്റ്ററക്ടമി. അപ്പൊ ആ ഒരു ടേം നമ്മൾ എന്ത് ചെയ്യുന്നു? സർജിക്കൽ റിമൂവൽ എന്നുള്ളൊരു ടേം അല്ലെങ്കിൽ ആ ഒരു മീനിങ് വരുന്ന രീതിയിൽ നമ്മൾ അതിന് പകരമായിട്ട് എക്ടമി എന്നുള്ള സഫിക്സ് ആണ് അവിടെ കൊടുക്കുക. ക്ലിയർ അല്ലേ ഇത്? ഓക്കെ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് വൺ ആണ് എമിയ. എമിയ എന്ന് പറയുമ്പോ റിലേറ്റിംഗ് ടു അതിന്റെ മീനിങ് ആണ് റിലേറ്റിംഗ് ടു ദ പ്രസൻസ് ഓഫ് എ സബ്സ്റ്റൻസ് ഇൻ ദ ബ്ലഡ്. നമ്മുടെ ബ്ലഡിലുള്ള എന്തെങ്കിലും സബ്സ്റ്റൻസുകളുടെ പ്രസൻസുമായി ബന്ധപ്പെട്ടത് എന്നുള്ള അർത്ഥമാണ്. അതായത് എമിയ, അനീമിയ കേട്ടിട്ടില്ല? അനീമിയ അല്ലെ? നമ്മുടെ ബ്ലഡിലുള്ള ഒരു സബ്സ്റ്റൻസുമായി ബന്ധപ്പെട്ട ടേമാണ്. ശരിയല്ലേ? ഏത് സബ്സ്റ്റൻസുമായി ബന്ധപ്പെട്ട ടേമാണ് അനീമിയ? ബ്ലഡിലെ ഏത് കമ്പോണന്റുമായി ബന്ധപ്പെട്ട ടേമാണ് അനീമിയ?
പഠിച്ചില്ലേത്? അനീമിക് ട്രീറ്റ്മെന്റിന് യൂസ് ചെയ്യുന്ന ബ്ലഡ് കമ്പോണന്റ് ഏതാണ്? വെരി ഗുഡ്, RBC അല്ലേ? അപ്പോ RBCയുടെ പ്രസൻസുമായി ബന്ധപ്പെട്ട ഒരു കണ്ടീഷൻ ആണ് അനീമിയ അല്ലെ? ലോ റെഡ് ബ്ലഡ് സെൽ കൗണ്ടിനെയാണ് അല്ലെ, ബ്ലഡ് സെൽസിന്റെ കൗണ്ടിന്റെ കുറവിനെയാണ് നമ്മൾ അനീമിക് കണ്ടീഷൻ എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ അത് ഇതുമായി ബന്ധപ്പെട്ട് യൂസ് ചെയ്യാണ്. ലുക്കീമിയ, എന്താണ് ലുക്കീമിയ? എന്താണ് ലുക്കീമിയ? ഇതൊക്കെ നമ്മുടെ ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആണ് പഠിച്ചതല്ലേ നമുക്ക്. ലുക്കീമിയ എന്താ? ബ്ലഡ് ക്യാൻസർ അല്ലെ, ബ്ലഡ് ക്യാൻസർ. അപ്പൊ ഇതെല്ലാം ഈ ഒരു ടേം, അതായത് ബ്ലഡിലെ ഏതെങ്കിലും സബ്സ്റ്റൻസുമായി ബന്ധപ്പെട്ട ടേം ആണ് എനീമിയ എന്ന് പറയുന്നത്. അനീമിയ, ലുക്കീമിയ, അതൊക്കെ നമുക്ക് അതിന് എക്സാമ്പിൾ ആയിട്ട് പറയാം. ക്ലിയർ ആണോ? ആ ഒരു 8 വേഗം ഒന്ന് വായിച്ചു നോക്കി, എന്നിട്ട് മിസ് അതിലുള്ള ഇമ്പോർട്ടൻസ് പറഞ്ഞു തരാം കേട്ടോ. അതിൽ ഓരോ പേജിൽ നമുക്ക് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളത് നോക്കി പോകും. ഓക്കെ, വേഗം ഒന്ന് വായിച്ചു നോക്കിയത്. ഒന്ന് റിപ്ലൈ ചെയ്യണേ വായിച്ചിട്ട്. ഓക്കെ, അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോട്ടോ. 1 1 3 1 3 7 1 3 7 1 3 7 നോട്ട് ചെയ്തോ? 1 3 7. ഓക്കെ, നെക്സ്റ്റിലേക്ക് പോവാട്ടോ. നെക്സ്റ്റ് വൺ ആണ് ജെനിക്. ജെനിക് എന്ന് പറഞ്ഞ സഫിക്സ് ആണ് ജെനിക്സ്. അതിന്റെ മീനിങ് വരുന്നത് റിസൾട്ടിങ് എന്നാണ്. റിസൾട്ടിങ് അല്ലെങ്കിൽ പ്രൊഡ്യൂസിങ് എന്ന് പറയാറുണ്ട്, ഒറിജിനേറ്റ് എന്ന് പറയാം, ഒറിജിനേറ്റിംഗ് എന്ന് പറയാറുണ്ട്, കോസിങ് എന്ന് പറയാറുണ്ട്. ഇതൊക്കെ അതിന്റെ മീനിങ് ആയിട്ട് വരുന്നതാണ് കേട്ടോ. അപ്പൊ ജെനിക്കുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ടേംസ് ഓർമ്മയുണ്ടോ? ഏതെങ്കിലും ടേംസ് സഫിക്സ് വരുന്നത്? കാർസിനോജനിക് കേട്ടിട്ടുണ്ടോ? പാത്തോജനിക് കേട്ടിട്ടുണ്ടോ? ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ടേംസ് തന്നെയല്ലേ. കാർസിനോജനിക് എന്താണ്? സബ്സ്റ്റൻസ് ദാറ്റ് കോസസ് ക്യാൻസർ അല്ലെ, ക്യാൻസറിന് കാരണമാവുന്ന സബ്സ്റ്റൻസുകളെയാണ് കാർസിനോജനിക് എന്ന് പറയുന്നത്. ഇനി പാത്തോജനിക് എന്താ? ഡിസീസുകൾ കാരണമാകുന്ന സബ്സ്റ്റൻസുകൾ, കേപ്പബിൾ ഓഫ് കോസിംഗ് ഡിസീസ് അല്ലെ. പാത്തോജനിക് അല്ലെങ്കിൽ പാത്തോജൻസ് നമ്മൾ പറയാറുണ്ട് അല്ലെ. അതൊക്കെ ഇതുമായി ബന്ധപ്പെട്ട ടേമാണ് കേട്ടോ. ദെൻ അടുത്തതാണ് ഗ്രാം. ഗ്രാം എന്താ? റെക്കോർഡ് എന്ന അർത്ഥമാണ് അല്ലേ. റെക്കോർഡ് അല്ലെങ്കിൽ പിക്ചർ എന്നുള്ള ഒരു അർത്ഥമാണ് വരുന്നത്. ഇതുമായി ഗ്രാമുമായി ബന്ധപ്പെട്ടിട്ട് 2 ടേം പറഞ്ഞേ. ആൻജിയോഗ്രാം, പിന്നെ വേറെ ഒന്നും പഠിച്ചില്ലേ? ഇലക്ട്രോകാർഡിയോഗ്രാം പഠിച്ചോ? മാമോഗ്രാം, ആൻജിയോഗ്രാം പഠിച്ചില്ലേ? ഇതൊക്കെ നമുക്ക് ഇതിന് എക്സാമ്പിൾ ആയിട്ട് പറയാമല്ലോ. പറഞ്ഞൂടെ? ഇതൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന പ്രൊസീജിയർ അല്ലേ, റെക്കോർഡ് ചെയ്യല്ലെങ്കിൽ റെക്കോർഡ് അല്ലേ അതൊക്കെ അല്ലേ. ദെൻ അടുത്തത് ഗ്രാഫ്. ഗ്രാഫും കേട്ടിട്ടില്ലേ? എ റെക്കോർഡ് ഓഫ് ദ ഡിവൈസ് യൂസ് ടു ക്രിയേറ്റ് ദ റെക്കോർഡ്. ആ റെക്കോർഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസുകളെയോ അല്ലെങ്കിൽ ആ റെക്കോർഡിനെ തന്നെയോ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്രാഫ്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പറയാലോ. ഇലക്ട്രോകാർഡിയോഗ്രാഫ് കേട്ടിട്ടില്ലേ? ഇലക്ട്രോകാർഡിയോഗ്രാഫ് കേട്ടിട്ടില്ലേ? അപ്പൊ അങ്ങനെ ഗ്രാഫുമായി ബന്ധപ്പെട്ട ഒരുപാട് ടേംസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അത് ആ റെക്കോർഡിനെയും നമുക്ക് പറയാം, അത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണത്തെയും പറയാം കേട്ടോ. ദെൻ അടുത്തതാണ്, അത് ക്ലിയർ ആണല്ലോ അല്ലേ? നിങ്ങൾക്ക് പരിചയമുള്ളത് കാരണമാണ് മിസ് ചെയ്യാൻ പോകുന്നത്. ഇത് ഡീറ്റെയിൽ ആയിട്ടൊന്നും വേണ്ടല്ലോ. അടുത്തത് ഐറ്റിസ് അല്ലെങ്കിൽ ഇറ്റിസ് എന്ന് പറയും നമ്മൾ. ഐറ്റിസ് അല്ലെങ്കിൽ ഇറ്റിസ്, അതിന്റെ മീനിങ് സ്വെല്ലിംഗ് എന്നുള്ള അർത്ഥമാണ്. സ്വെല്ലിംഗ് അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ എന്നുള്ള ഒരു അർത്ഥവും കൂടി വരുന്നുണ്ട് കേട്ടോ. സ്വെല്ലിംഗ് ഓർ ഇറ്റിസ്. ഇത് നിങ്ങൾ ഓൾറെഡി പഠിച്ചില്ലേ ഇൻട്രൊഡക്ഷൻ ഭാഗത്ത്? സഫിക്സ് പഠിച്ചപ്പോൾ എക്സാമ്പിൾ പോലെ പഠിച്ചില്ലേ? ഓർക്കുന്നോ? ഓക്കെ, അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടൊന്ന് പറഞ്ഞേ. ആർത്രൈറ്റിസ് അല്ലേ, ബ്രോങ്കൈറ്റിസ്, സൈനസൈറ്റിസ്, അതായത് ഇതൊക്കെ ഓരോ ഭാഗത്ത് വരുന്ന ഭാഗത്തുമായി ബന്ധപ്പെട്ട ഇൻഫ്ലമേഷൻസ്, ജോയിന്റ്സിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ, എയർവേയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന അല്ലെങ്കിൽ ബ്രോങ്കിയൽ
ഷൂട്ട്സിനുണ്ടാകുന്ന ഇൻഫ്ലമേഷൻ അല്ലെ. അപ്പൊ അങ്ങനെ നമുക്ക് പല ഇൻഫ്ലമേഷൻസിനെയാണ് നമ്മള് ഐറ്റിസ് എന്ന് പറയുന്ന ആ ഒരു സ്വെല്ലിംഗ് അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ എന്നുള്ള അർത്ഥമാണ്. അപ്പൊ ഏത് ഭാഗത്തെയാണ് ഇൻഫ്ലമേഷൻ ഉണ്ടാവുന്നത് ആ ടേമുമായി ബന്ധപ്പെട്ട് സഫിക്സ് ആയിട്ട് നമ്മൾ ഈ ഒരു ഐറ്റിസ് എന്ന് പറയുന്ന മീനിങ് ഉള്ള ആ ഒരു സഫിക്സ് ആണ് യൂസ് ചെയ്യുക. ക്ലിയർ അല്ലേ? അടുത്തതാണ് ലൈസിസ് അല്ലെങ്കിൽ ലൈസിസ് എന്നുള്ളൊരു ടേം. അതിന്റെ അർത്ഥം അല്ലെങ്കിൽ മീനിങ് വരുന്നത് ഡിക്ലൈൻ, ഡിസിൻറ്റഗ്രേഷൻ ഓർ ഡിസ്ട്രക്ഷൻ. ഡിക്ലൈൻ, ഡിസിൻറ്റഗ്രേഷൻ ഓർ ഡിസ്ട്രക്ഷൻ എന്നുള്ള അർത്ഥമാണ് കേട്ടോ. എന്തായിരിക്കും അപ്പൊ അതിന്റെ മീനിങ് അല്ലെങ്കിൽ അതിനുമായി ബന്ധപ്പെട്ട് അനാലിസിസ് പറയാം. പിന്നെ ഡയാലിസിസ് എന്ന് പറയുന്ന ടേം യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഡിസ്ട്രക്ഷൻ അല്ലെങ്കിൽ നാശം സംഭവിക്കുക, അല്ലെങ്കിൽ തകർച്ച സംഭവിച്ച, അല്ലെങ്കിൽ ശിഥിലമായിട്ടുള്ള എന്നൊക്കെയുള്ള ഒരു മീനിങ് ആ വരുന്നത്. അതുപോലെ ഓസ്റ്റിയോലൈസിസ് പറയാറുണ്ട്, ഹൈഡ്രോലൈസിസ് പറയാറുണ്ട്. അപ്പൊ നമ്മുടെ ബോൺ ടിഷ്യൂസിന്റെ ബ്രേക്ക് ഡൗൺ, അങ്ങനെയുള്ള ഒരുപാട് ടേംസ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് യൂസ് ചെയ്യാറുണ്ട് അല്ലെ. ഇപ്പൊ നമുക്ക് മനസ്സിലാകുന്നില്ലേ, കണക്ട് ചെയ്യാൻ പറ്റുന്നില്ലേ? നമുക്ക് പരിചയമുള്ള ഒരുപാട് ടേംസുമായിട്ട് ഈ ഒരു ഇത് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ലേ? ആദ്യത്തെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്, അത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. നെക്സ്റ്റ് മെഗാലി. മെഗാലി എന്ന് പറഞ്ഞാൽ എക്സ്പാൻഷൻ ഓഫ് അല്ലെങ്കിൽ എൻലാർജ്മെന്റ്, വികാസം എന്നുള്ള ഒരു അർത്ഥമാണ് കേട്ടോ. ബോഡി പാർട്സ് അല്ലെങ്കിൽ ഓർഗൻസിന്റെ എക്സ്പാൻഷൻ അല്ലെങ്കിൽ എൻലാർജ്മെന്റിനെയാണ് മെഗാലി എന്നൊരു ടേം യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഹെപ്പാറ്റോമെഗാലി, ഇതൊക്കെ നിങ്ങൾക്ക് പരിചയമില്ലാത്ത ടേംസ് ആയിരിക്കും, അത്ര കേട്ടിട്ടുണ്ടാവില്ല. ഹെപ്പാറ്റോമെഗാലി, കാർഡിയോമെഗാലി എന്നൊക്കെ പറയുന്ന ടേം ഉണ്ട്. അതായത് ഇതിന്റെ അർത്ഥം വരുന്നത് എൻലാർജ്മെന്റ് ഓഫ് ദി ലിവർ ആണ് ഹെപ്പാറ്റോമെഗാലി, ലിവറിന്റെ വികാസം. അല്ലെങ്കിൽ എൻലാർജ്മെന്റ് ഓഫ് ദ ഹാർട്ട് ആണ് കാർഡിയോമെഗാലി എന്ന് പറയുന്നത്. ഇതൊക്കെ ഓരോ സയന്റിഫിക് നമ്മുടെ മെഡിക്കൽ ഫീൽഡിൽ ഉപയോഗിക്കുന്ന ടേംസ് ആണ് കേട്ടോ. ഹെപ്പാറ്റോമെഗാലി, കാർഡിയോമെഗാലി എന്നൊക്കെ പറയുന്ന ടേംസ്. മെഗാലി എന്ന് പറയുന്ന സഫിക്സിന്റെ അർത്ഥം എക്സ്പാൻഷൻ ഓർ എന്താണ് എൻലാർജ്മെന്റ് ഓഫ് ദ ബോഡി പാർട്ട് ഓർ ഓർഗൻ എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് ഓളജി. ഓളജി എന്ന് പറഞ്ഞാല് സ്റ്റഡി ഓഫ് അല്ലെങ്കിൽ സയൻസ് ഓഫ് എന്നുള്ള അർത്ഥമാണ്. ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സ്റ്റഡീസ് ഒക്കെ പറഞ്ഞു? ഓങ്കോളജി, പാത്തോളജി അല്ലെ, കാർഡിയോളജി, ഡെർമറ്റോളജി, ഒരുപാടുണ്ട് അല്ലെ. ഒഫ്താൽമോളജി, ഇഷ്ടം പോലെ ഉണ്ട് അല്ലെ. അപ്പൊ അതൊക്കെ നമ്മുടെ പഠനം അല്ലെ, സ്റ്റഡിയുമായി ബന്ധപ്പെട്ട സ്റ്റഡി ഓഫ് അല്ലെങ്കിൽ സയൻസ് ഓഫ് ശാസ്ത്രീയമായിട്ട് നമ്മൾ പറയുന്നതാണ് അല്ലെ. ഇപ്പൊ ക്ലിയർ ആവില്ലേ? ഇപ്പൊ ക്ലിയർ വരുന്നെങ്കിൽ അല്ലെ, ഇപ്പൊ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലെ. നെക്സ്റ്റ് വൺ ആണ് ഓമ. ഒമ എന്ന് പറഞ്ഞാൽ ട്യൂമർ എന്ന അർത്ഥമാണ് കേട്ടോ. മീനിങ് വരുന്നത് ട്യൂമർ ആണ്. അപ്പൊ ട്യൂമർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലിപ്പോമ, കാർസിനോമ കേട്ടിട്ടുണ്ടോ? പേര് കേട്ടിട്ടുണ്ടാവും അല്ലെ, എന്താന്ന് അറിയില്ലെങ്കിലും പേര് ജസ്റ്റ് പേര് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടാവും. ലിപ്പോമ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാറ്റി ടിഷ്യൂസിൽ ഉണ്ടാകുന്ന ക്യാൻസർ ആണ്. കാർസിനോമ എന്ന് പറയുന്നത് മാലിഗ്നന്റ് ട്യൂമറിനെയാണ്. ലിപ്പോമ അല്ലെങ്കിൽ കാർസിനോമ എന്ന് പറയുന്നത് മാലിഗ്നന്റ് ട്യൂമറിനെയാണ്. അപ്പൊ അതൊക്കെ നമ്മൾ ട്യൂമർ റിലേറ്റഡ് ആയിട്ട് വരുന്ന ടേംസുകളാണ്. അടുത്തത് ഓസിസ്. ഓസിസ് എന്ന് പറഞ്ഞാൽ റിലേറ്റിംഗ് ടു എ ഡിസീസ് പ്രോസസ്, അതായത് ഓൾസോ സിസ് എന്ന് പറയാറുണ്ട് കേട്ടോ. റിലേറ്റിംഗ് ടു എ ഡിസീസ് പ്രോസസ്, ഒരു രോഗപ്രക്രിയയുമായി ബന്ധപ്പെട്ട ടേമാണ് ഓസിസ് എന്ന് പറയുന്ന സഫിക്സ്. എന്തായിരിക്കും? അതിറോസ്ക്ലിറോസിസ് കേട്ടിട്ടുണ്ടോ? ആ ഒരു പേര് അല്ലെങ്കിൽ അവിടുത്തെ അർത്ഥം കേട്ടിട്ടുണ്ടോ? അതിറോസ്ക്ലിറോസിസ് നമ്മുടെ കൊളസ്ട്രോള് നമ്മുടെ ആർട്ടറീസിന്റെ വാൾസിൽ എന്ത് ചെയ്യുന്നത്, ബിൽഡപ്പ് ചെയ്യുന്നതിനെയാണ് കൊളസ്ട്രോൾ പാക്ക് നമ്മുടെ ആ ഒരു ആർട്ടറിയുടെ വാൾസിൽ ബിൽഡപ്പ് ചെയ്ത് എന്താണ് ബ്ലഡ് അവിടെ ഒരു ബ്ലഡ് ഫ്ലോ ബ്ലോക്ക് ചെയ്യുന്നതിനെയാണ് അതിറോസ്ക്ലിറോസിസ്. കേട്ടിട്ടുണ്ടോ ഒരു ടേം? ഹാർട്ട് കണ്ടീഷൻസുമായി ബന്ധപ്പെട്ട് കേട്ടിട്ടുണ്ടോ? ഇല്ല. ഓക്കെ. ന്യൂറോസിസ് കേട്ടിട്ടുണ്ടോ? ആ ടേം എവിടെയെങ്കിലും ഒക്കെ കേട്ടിട്ടുണ്ടാവല്ലോ. ന്യൂറോസിന്റെ പല പല അവസ്ഥകളാണെന്നൊക്കെ പറഞ്ഞ സിനിമയിൽ കേട്ടിട്ടില്ലേ? ആ ടേമും കേട്ടിട്ടില്ലേ? എന്താണ് ഇപ്പൊ ന്യൂറോസിസ് എന്ന് പറഞ്ഞാൽ? മെന്റൽ ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളെയാണ് അല്ലെ, അതുമായി ബന്ധപ്പെട്ട ഡിസോർഡേഴ്സിനെയാണ് നമ്മൾ ന്യൂറോസിസ് എന്ന് പറയും. അതുപോലെ ഓസ്റ്റിയോപൊറോസിസ് പറയാറുണ്ട്, നമ്മുടെ ബോൺ ടിഷ്യൂസിന്റെ ഡിറ്റീരിയറേഷൻ അല്ലെങ്കിൽ നാശം സംഭവിക്കുന്നതിനെയാണ് ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയുന്നത്. ഇതൊക്കെ ഈ ഒരു ഓസിസ് എന്ന് പറയുന്ന ടേമുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് കേട്ടോ. ഓക്കെ, അടുത്തത് ഓസ്റ്റോമി. ഓസ്റ്റോമി എന്ന് പറഞ്ഞാൽ സർജിക്കൽ ക്രിയേഷൻ ഓഫ് ആൻ ഓപ്പണിംഗ് ഓർ ഹോൾ. ഒരു ശസ്ത്രക്രിയയിലൂടെ ഒരു ഓപ്പണിംഗ് അല്ലെങ്കിൽ ഒരു ഹോൾ ഉണ്ടാക്കി. ഇത് സാധാരണയായിട്ട് പെർമനന്റ് ഓപ്പണിംഗ് ആണ്. അതായത് ഇവിടെ എന്താണ് നമുക്ക്
എന്താണ് ഓസ്റ്റോമി എന്ന് പറയുന്നതിൽ സാധാരണ പെർമനന്റ് ഓപ്പണിംഗ്, അതായത് കൊളോസ്റ്റോമി, യൂറോസ്റ്റോമി ഇതൊക്കെ പറയുന്നത് നമ്മുടെ കൊളോസ്റ്റോമി എന്ന് പറയുന്നത് നമ്മുടെ കോളനുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഓപ്പണിംഗ് ആണ്. യൂറോസ്റ്റോമി എന്ന് പറഞ്ഞാൽ ഓപ്പണിംഗ് വന്ന് യൂറിനറി സിസ്റ്റവുമായി ബന്ധപ്പെട്ട് ഓപ്പണിംഗ്. അതായത് ഇപ്പൊ ചിലപ്പോ യൂറിനറി സിസ്റ്റവുമായി ബന്ധപ്പെട്ട് ഒരു പെർമനന്റ് ഓപ്പണിംഗ് ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ അവരുടെ യൂറിനറി ബ്ലാഡറുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ശസ്ത്രക്രിയകളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇഞ്ചുറിയോ കാര്യങ്ങളോ ഒക്കെ വരുമ്പോൾ അവർക്ക് യൂറിനേറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ യൂറിൻ സ്റ്റോർ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും, ഇല്ലേ? അപ്പൊ അത്തരം കേസുകളില് പേഷ്യൻസിന് ഒരു ഓപ്പൺ ആയിട്ടുള്ള പെർമനന്റ് ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് പുറത്തേക്ക് ക്രിയേറ്റ് ചെയ്ത് ഒരു ബാഗുകളുടെയൊക്കെ സഹായത്തോടു കൂടി നമ്മൾ യൂറിൻ എന്ത് ചെയ്യാം, ഡ്രെയിൻ ചെയ്ത് മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഒരു വലിയ രീതിയിലുള്ള ഒരു മുറിവോ കാര്യങ്ങളോ അതും ആ ഭാഗത്ത് ഉണ്ടാക്കിയിട്ട് നമ്മൾ പെർമനന്റ് ഓപ്പണിംഗ് ക്രിയേറ്റ് ചെയ്ത് വെക്കാം. അപ്പൊ ആ ഒരു യൂറിനറി ബ്ലാഡർ ചിലപ്പോ റിമൂവ് ചെയ്ത് ക്യാൻസറുമായി ബന്ധപ്പെട്ട് റിമൂവ് ചെയ്ത് കളഞ്ഞവർക്കോ അല്ലെങ്കിൽ അതിനെന്തെങ്കിലും ഇഞ്ചുറീസോ പരിക്കുകൾ പറ്റിയതുകൊണ്ടുണ്ടെങ്കിലോ അത് പ്രവർത്തനരഹിതമായിട്ട് അപ്പൊ നമുക്ക് അവിടെ അല്ലെങ്കിൽ എന്തെങ്കിലും സർജറി അതുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ടെങ്കിലോ നമുക്ക് അതൊന്ന് റിക്കവർ ആവുന്നത് വരെയോ ടെമ്പററി ആയിട്ട് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ അത് പെർമനന്റ് ആയിട്ട് ഇവർക്ക് ഇതേ സൊല്യൂഷനിലൂടെ തന്നെ നമുക്ക് യൂറിൻസ് റിമൂവ് ചെയ്യേണ്ടത്. അവരുടെ ബോഡിയിൽ നിന്ന് ഒരു ബ്ലാഡർ ഇല്ലല്ലോ, അതിന് പകരം നമ്മളൊരു എന്താണ് ഒരു ക്യാവിറ്റിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മൗച്ചോ കാര്യങ്ങളോ ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് ഒരു സാക്ക് പോലെ എന്തെങ്കിലും യൂസ് ചെയ്തുകൊണ്ട് അതിന്റെ സഹായത്തോടു കൂടി യൂറിൻ അവരുടെ ബോഡിയിൽ നിന്ന് പുറന്തള്ളുന്ന രീതി. അതല്ല എങ്കിൽ കൊളോണോസ്റ്റോമി എന്ന് പറഞ്ഞാല് നമ്മുടെ ഫീസസ് ഒക്കെ ഉണ്ടല്ലോ, മലം. അപ്പൊ അത് പ്രോപ്പർ ആയിട്ട് ഇപ്പൊ കോളൻസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ ഭാഗത്ത് എന്തെങ്കിലും ശസ്ത്രക്രിയകളോ കാര്യങ്ങളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒക്കെ ഭാഗം നമ്മുടെ ഇൻഡസ്റ്റൈൻ്റെ ഭാഗമൊക്കെ എന്തെങ്കിലും റിമൂവ് ചെയ്യേണ്ടതായിട്ട് ഇപ്പൊ ക്യാൻസർ റിലേറ്റഡ് ആയിട്ടൊക്കെ റിമൂവ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ടെങ്കിലൊക്കെ അവർക്ക് ആ ഒരു ഫീസസ് ഒക്കെ പോവാൻ വേണ്ടിയിട്ട് സുഗമമാക്കുന്ന രീതിയിൽ ഇതുപോലെ തന്നെ അതേ രീതിയിൽ ഒരു ഓപ്പൺ ആയിട്ട് അവരുടെ ബോഡിയിലെ പുറത്തേക്ക് അത് പോരാനായിട്ടുള്ള ഒരു കണ്ടീഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഓസ്റ്റോമി, അതായത് സർജിക്കൽ ക്രിയേഷൻ ഓഫ് ആൻ ഓപ്പണിംഗ് ഓർ ഹോൾ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഓട്ടോമി എന്ന് പറയുമ്പോൾ സർജിക്കൽ ഇൻസെപ്ഷൻ ആണ്, അതായത് ശസ്ത്രക്രിയയിലൂടെ ഒരു വലിയ മുറിവുണ്ടാക്കുന്നു, അത് മാത്രമേ ഉള്ളൂ ഉദ്ദേശിക്കുന്നത്, അത് പെർമനന്റ് അല്ല. ശസ്ത്രക്രിയയിലൂടെ ഒരു മുറിവുണ്ടാക്കും. ഇപ്പൊ ലാപ്രോട്ടോമി എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ അബ്ഡോമിനൽ വാളില് ഒരു വലിയ രീതിയിലുള്ള ഒരു മുറിവുണ്ടാക്കി നമ്മുടെ ആ ഒരു അബ്ഡോമിനൽ ഏരിയയിലുള്ള ഇന്റേണൽ ഓർഗൻസിനെ എക്സാമിൻ ചെയ്യുക അല്ലെങ്കിൽ പരിശോധിക്കുകയും വിശകലനം ചെയ്യുന്നതിനെയാണ് നമ്മൾ ഓട്ടോമി, സർജിക്കൽ ഇൻസിഷൻ എന്നതുകൊണ്ട്. മറ്റതൊരു പെർമനന്റ് ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് ക്രിയേറ്റ് ചെയ്യാണ്. ഓക്കെ, അടുത്തത് പതി എന്ന് പറഞ്ഞാല് ഡിസീസ് ഓർ എ സിസ്റ്റം ഫോർ ട്രീറ്റിംഗ് ഡിസീസ്. എന്താണ്? ഒന്നില്ലെങ്കിൽ ഒരു രോഗവുമായി ബന്ധപ്പെട്ടായിരിക്കും, അപ്പൊ അല്ലെങ്കിൽ രോഗത്തിന് ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന ആ ഒരു വൈദ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ടായിരിക്കും. നിങ്ങൾ കേൾക്കാറില്ല, വെരി ഗുഡ്, ഹോമിയോപ്പതി, അലോപ്പതി അല്ലേ, നമ്മൾ പറയാറുള്ള ടേംസ് അല്ലേ, അത് ആ ഒരു വൈദ്യശാസ്ത്ര സമ്പ്രദായവുമായി സിസ്റ്റവുമായി ബന്ധപ്പെട്ട. ഇനി ഇതേപോലെ തന്നെ പതിയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഡിസീസുമായി ബന്ധപ്പെട്ട് പറഞ്ഞു നോക്കിയേ, ന്യൂറോപ്പതി, റെറ്റിനോപ്പതി കേട്ടിട്ടുണ്ടോ? നമ്മുടെ നേഴ്സുമായി ബന്ധപ്പെട്ട ഡിസോർഡേഴ്സ് ആണ് ന്യൂറോപ്പതിയിൽ വരുന്നത്. നെഫ്രോപ്പതി വരുമ്പോ എന്താ? കിഡ്നിയുമായി ബന്ധപ്പെട്ട ഡിസീസ് അല്ലെ. റെറ്റിനോപ്പതി എന്ന് പറയുമ്പോഴോ റെറ്റിന ഏത് ഭാഗവുമായി ബന്ധപ്പെട്ടതാ? റെറ്റിന, വെരി ഗുഡ്, ഐയുമായി ബന്ധപ്പെട്ട അല്ലെ. അപ്പൊ നമ്മുടെ റെറ്റിന അല്ലെങ്കിൽ ഐസുമായി ബന്ധപ്പെട്ട ഡിസീസുമായി ബന്ധപ്പെട്ട ടേമാണ് റെറ്റിനോപ്പതി. അപ്പൊ അങ്ങനെയുള്ള ടേംസ് ഓക്കെ അല്ലേ. ഫാജിയ എന്ന് പറഞ്ഞാൽ റിലേറ്റിംഗ് ടു ഈറ്റിംഗ് ഓർ സ്വെല്ലിംഗ്, ഈറ്റിങ്ങുമായി ബന്ധപ്പെട്ട് ഭക്ഷണവുമായി കഴിക്കുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വിഴുങ്ങുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് ഫാജിയ എന്ന് പറയുന്നത്. അപ്പൊ ഇതില് നമ്മൾ ഒരുപാട് ടേംസ് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കേട്ട് കാണും. അഫാജിയ കേട്ടിട്ടുണ്ടോ? ഡിസ്ഫാജിയ, ഡിഫിക്കൽട്ടി സ്വാലോയിങ്, നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ നമുക്കത് ഇറക്കാനായിട്ട് അല്ലെങ്കിൽ അത് വിഴുങ്ങാനായിട്ടുള്ള ബുദ്ധിമുട്ടാണ് ഡിസ്ഫാജിയ എന്ന് പറയുന്നത്. അഫാജിയ എന്ന് പറഞ്ഞാൽ ഇന്നബിലിറ്റി ടു സ്വാലോ ചെയ്യാനേ ഉള്ള ഒട്ടും പറ്റുന്നില്ല എന്നുള്ള പറ്റത്തൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. തീരെ നമുക്ക് ഫുഡ് സ്വാലോ ചെയ്യാനായിട്ട് ഇന്നബിലിറ്റി ആണ്, നമുക്കൊരു കഴിവ് വരുന്നില്ല അല്ലെങ്കിൽ പറ്റുന്നില്ലാത്തൊരവസ്ഥയാണ് അഫാജിയ എന്നൊക്കെ പറയാം. ഇതൊക്കെ ഇതുപോലെ യൂസ് ചെയ്യുന്ന ടേംസ് ആണ്. അടുത്തത് ഫാസിയ. ഫാസിയ എന്ന് പറഞ്ഞാൽ റിലേറ്റിംഗ് ടു സ്പീച്ചുമായി ബന്ധപ്പെട്ട ടേമാണ് ഫാസിയ. അപ്പൊ അത് മാറിപ്പോവാൻ സാധ്യതയുണ്ട്. നിൽക്കുക ഫാജിയും ഫാസിയും ഒരേ ചെറിയ വ്യത്യാസമല്ലേ ഉള്ളൂ, അതില് ഒരു എസും ഒരു ജിയും മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ കേട്ടോ. അപ്പൊ ഒരിക്കലും അത് മാറിപ്പോവരുത്. ഫാജിയ എന്ന് പറഞ്ഞാല് റിലേറ്റിംഗ് ടു ഈറ്റിംഗ് ഓർ സ്വാലോയിങ് ആണ്. ഫാസിയ എന്ന് പറയുമ്പോൾ റിലേറ്റിംഗ് ടു സ്പീച്ച് ആണ് കേട്ടോ, സംസാരവും അല്ലെങ്കിൽ സംസാര ശേഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ഫാസിയയിൽ വരുന്നത്.
ഇതും ഇതുപോലെ തന്നെ വരുന്ന ടേംസ് ആണ് അഫാസിയ, അതുപോലെ ഡിസ്ഫാസിയ. നമ്മള് നേരത്തെ ഡിസ്ഫാജിയ പറഞ്ഞില്ലേ, അതുപോലെ തന്നെ അഫാസിയ എന്ന് പറഞ്ഞാല് കംപ്ലീറ്റ് ലോസ് ഓഫ് സ്പീച്ച് ആണ്. പൂർണ്ണമായിട്ട് നമുക്ക് സംസാരിക്കാനുള്ള ഒരു കഴിവ് പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ട അവസ്ഥയാണ് അഫാസിയ. ഇനി ഡിസ്ഫാസിയ എന്ന് പറഞ്ഞാല് ഡിഫിക്കൽട്ടി ഇൻ സ്പീക്കിങ്ങില് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന കണ്ടീഷനാണ് ഡിസ്ഫാസിയ എന്ന് പറയുന്നത്. ദെൻ അടുത്തത് ഫോബിയ. ഫോബിയ കേട്ടിട്ടില്ലേ? റിലേറ്റിംഗ് ടു ആൻ ഇറാഷണൽ ഫിയർ, യുക്തിരഹിതമായിട്ടുള്ള ഒരു ഭയം. കേട്ടിട്ടില്ലേ ഫോബിയ? ഇല്ലേ? കേട്ടിട്ടില്ല? ഒരുപാട് പേർക്കുണ്ട് അല്ലെ പല രീതിയിലുള്ള ഭയങ്ങള്. ആക്രോഫോബിയ, ഹൈഡ്രോഫോബിയ. കേട്ടിട്ടില്ലേ? ഫിയർ ഓഫ് ഹൈറ്റിനെ പേടിയുള്ളവരുണ്ട്, ലൈറ്റിനെ പേടിയുള്ളവരുണ്ട്, ഇല്ലേ? വാട്ടറിനെ പേടിയുള്ള ഭയമുള്ളവരുണ്ട്. അതാണ് ഫോബിയ എന്ന് പറയുന്ന ടേം ആണ് നമ്മൾ അതുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്ന സഫിക്സ്. അത് അങ്ങനെ മനസ്സിലാക്കിയാലും അത് ഇട്ടാം. ദെൻ അടുത്തത് പ്ലാസ്റ്റി എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് സർജറിയുമായി ബന്ധപ്പെട്ടാണ് കേട്ടോ. ആൻജിയോപ്ലാസ്റ്റി യൂസ് ചെയ്യാറുണ്ട്. പിന്നെ പ്ലാസ്റ്റിക് സർജറിയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ടേംസ് കേട്ടിട്ടുണ്ടോ? റിനോപ്ലാസ്റ്റി കേട്ടിട്ടുണ്ടോ? നമ്മുടെ നോസ് റീഷേപ്പിംഗ് ചെയ്യില്ലേ? പ്ലാസ്റ്റിക് സർജറിയുമായി ബന്ധപ്പെട്ട് നോസ് റീഷേപ്പിംഗ് ചെയ്യില്ലേ? ചിലർക്ക് നീണ്ട മൂക്കൊക്കെ ആണെങ്കിൽ അവർ റീഷേപ്പ് ചെയ്യാറില്ലേ? ഫിലിം ആക്ടേഴ്സ് ഒക്കെ കേട്ടിട്ടില്ലേ അത്? അപ്പൊ അതിനെയാണ് റിനോപ്ലാസ്റ്റി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഇയറിനെയും ഇതുപോലെ തന്നെ ഓട്ടോപ്ലാസ്റ്റി എന്ന് പറഞ്ഞാല് ഇയറിന്റെ റീഷേപ്പിങ്ങിനെയാണ്. അപ്പൊ അങ്ങനെ പല ടേംസ് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ, പ്ലാസ്റ്റി എന്നുള്ള ഇതും വെച്ചിട്ട് അതുമായി ബന്ധപ്പെട്ട് സഫിക്സ് ഉപയോഗിച്ച്. ദെൻ അടുത്തതാണ് പ്ലീജിയ. പ്ലീജിയ എന്ന് പറഞ്ഞാൽ പാരാലിസിസ് എന്നാണ് അർത്ഥം. പാരാലിസിസ് ആവുന്ന അവസ്ഥയാണ്. അപ്പൊ അതിന് നമുക്ക് ഹെമിപ്ലീജിയ, അതുപോലെ തന്നെ പാരാപ്ലീജിയ, അങ്ങനെ ഒരുപാട് ടേംസ് ഇതുമായി ബന്ധപ്പെട്ട് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. ഹെമിപ്ലീജിയ എന്ന് പറഞ്ഞാൽ വൺ സൈഡ് ഓഫ് ദ ബോഡി, ബോഡിയുടെ ഒരു വശം പാരാലിസിസ് സംഭവിക്കുന്നതിനെയാണ് ഹെമിപ്ലീജിയ എന്ന് പറയുന്നത്. ഇനി പാരാപ്ലീജിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലെഗ്സ് അതുപോലെ തന്നെ ലോവർ ബോഡി പോർഷൻസ് പാരാലിസിസ് സംഭവിക്കുന്നതിനെയാണ് പാരാപ്ലീജിയ. പ്ലീജിയ പാരാലിസിസ് എന്നുള്ള അർത്ഥം വരുന്നത് കൊണ്ട് ആ പാരാപ്ലീജിയ, ഹെമിപ്ലീജിയ, ആ ഒരു പാരാലിസിസ് എന്ന് പറയുന്ന മീനിങ്ങിന് പകരം നമ്മൾ ഈ സഫിക്സ് പ്ലീജിയ എന്ന് പറയുന്നത് യൂസ് ചെയ്തിരിക്കുന്നു. അടുത്തതാണ് നിയ. പി അവിടെ സൈലന്റ് ആണ് കേട്ടോ. നിയ എന്ന് പറഞ്ഞാൽ റിലേറ്റിംഗ് ടു ബ്രീത്തിങ്, റെസ്പിറേഷനുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ബ്രീത്തിങ്ങുമായി ബന്ധപ്പെട്ട എന്നുള്ളൊരു അർത്ഥമാണ് വരുന്നത്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഡിസ്നിയ, ടക്കിപ്നിയ കേട്ടിട്ടുണ്ടോ? ഡിസ്നിയ എന്ന് പറഞ്ഞാൽ ഡിഫിക്കൽട്ടി ഇൻ ബ്രീത്തിങ്, നമുക്ക് ബ്രീത്തിങ് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടിനെയാണ് ഡിസ്നിയ എന്ന് പറയുന്നത്. ടക്കിപ്നിയ എന്ന് പറഞ്ഞാൽ അബ്നോർമൽ ആയിട്ടുള്ള റാപ്പിഡ് ആയിട്ടുള്ള ബ്രീത്തിങ് ആണ്, അതിനെയാണ് ടക്കിപ്നിയ എന്ന് പറയുന്നത്. അടുത്തതാണ് ടോസിസ്. ടോസിസ് എന്ന് പറഞ്ഞാൽ ഡ്രൂപ്പിംഗ് എന്നാണ് അർത്ഥം, അതായത് തൂങ്ങിക്കിടക്കുക എന്നുള്ളൊരു അർത്ഥമാണ് ഡ്രൂപ്പിംഗ്. ഇതിന് റീനൽ ടോസിസ് കേട്ടിട്ടുണ്ടോ? റീനൽ ടോസിസ് ചിലരുടെയൊക്കെ നമ്മുടെ കണ്ണിലെ നമ്മുടെ ഐലിഡ്സ് അതിന്റെ ഡ്രൂപ്പിംഗ് അല്ലെങ്കിൽ അത് തൂങ്ങിക്കിടക്കുന്ന കണ്ടീഷൻ കണ്ടിട്ടുണ്ടോ നിങ്ങള്? കൺപോളകള് താഴേക്ക് ഇങ്ങനെ തൂങ്ങിയിട്ട് കണ്ണിനെ ഇങ്ങനെ മറഞ്ഞു കിടക്കുന്ന രീതിയിലുള്ളത് രോഗാവസ്ഥയാണ് കേട്ടോ. കണ്ടിട്ടുണ്ടോ? ചില ആളുകളുടെയെങ്കിലും കൺപോളയില്ലേ, നമ്മുടെ കൺപോളകള് എന്ത് ചെയ്യുന്നു, അത് അസാധാരണമായിട്ട് അത് താഴേക്ക് ഇങ്ങനെ ഊർന്ന് കിടക്കുന്ന അല്ലെങ്കിൽ തൂങ്ങിക്കിടക്കുന്ന, നമ്മുടെ കണ്ണിനെ മറച്ചുകൊണ്ട് തൂങ്ങിക്കിടക്കുന്ന ഒരു അവസ്ഥയാണ് റീനൽ ടോസിസ് എന്ന് പറയുന്ന ഒരു അവസ്ഥ കേട്ടോ. റീനൽ ടോസിസ് എന്ന് പറയുന്ന അവസ്ഥ. ഇതൊക്കെ ഈ ഒരു ടേമുമായി ബന്ധപ്പെട്ട് വരുന്നതുകൊണ്ട് മിസ് പറഞ്ഞതാണ്. അടുത്തത് RR H എന്നാണ്. ആറ് രണ്ടും നമ്മൾ സ്പെല്ലിംഗ് തന്നെയാണ് പറയുന്നത്. RR H എന്ന് പറഞ്ഞാൽ അൺയൂഷ്വൽ ഓർ എക്സസീവ് ഫ്ലോ ഡിസ്ചാർജ്. ഇത് രണ്ടും ഒരുമിച്ച് പഠിക്കാം കേട്ടോ. ഇത് രണ്ടും സിമിലർ ആണ്. RR H അല്ലെങ്കിൽ RR Hgia എന്ന് പറഞ്ഞാൽ സെയിം അർത്ഥമാണ് കേട്ടോ. രണ്ട് ടേമിന്റെയും സെയിം അർത്ഥമാണ്. അൺയൂഷ്വൽ ഓർ എക്സസീവ് ഫ്ലോ ഡിസ്ചാർജ്, അസാധാരണമായിട്ട് ഉള്ള ഒരു ഒഴുക്ക് അല്ലെങ്കിൽ ഒരു ഡിസ്ചാർജ് എന്നുള്ള അർത്ഥമാണ്. അപ്പൊ ഇതിൽ നിങ്ങൾ കേട്ടിട്ടുണ്ട് ഹെമറേജ്, കേട്ടിട്ടുണ്ടോ? ഒരു ടേം രണ്ടിന്റെയും എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ്. ഹെമറേജ്, എക്സസീവ് ബ്ലീഡിങ്ങിനെയാണ് നമ്മൾ ഹെമറേജ് എന്ന് പറയുന്നത് അല്ലെ. അതുപോലെ മെനാർജിയ കേട്ടിട്ടുണ്ടോ? മെനാർജിയ എന്താണ്? മെനാർജിയ എക്സസീവ് മെൻസ്ട്രേഷനെയാണ് മെനാർജിയ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ടേംസ് ആണ് ഇതിന് രണ്ടിനും എക്സാമ്പിൾ ആയിട്ട് വരും. അപ്പൊ ഈ ഒരു പേജിലുള്ളത് വേഗം ഒന്ന് വായിച്ചു നോക്കി, എന്നിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മിസ് പറഞ്ഞുതരാം കേട്ടോ. ക്ലിയർ അല്ലേ? ഓക്കെ ആവുന്നില്ലേ? പഠിക്കുന്ന മനസ്സിലാവുന്നില്ലേ?
ഇതൊക്കെ കുറച്ച് നിങ്ങൾക്ക് പരിചയമില്ലാത്ത ടെൻസ്. അത് ഒന്നാമത്തെ നമ്മള് പെട്ടെന്ന് ശ്രദ്ധിക്കാതെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ സഫിക്സ് ആയതുകൊണ്ടാണ്. നമ്മൾ അങ്ങനെ ലാസ്റ്റ് ഇതൊന്നും അങ്ങനെ പെട്ടെന്ന് ശ്രദ്ധിക്കാറില്ല അല്ലെ. നമ്മൾ ഓൾറെഡി ഈ ഒരു ഫീൽഡുമായിട്ടൊട്ടും പരിചയമില്ലാത്തവരാണെങ്കിൽ അങ്ങനെ ശ്രദ്ധിക്കില്ല. അതേസമയം പ്രിഫിക്സ് പിന്നെയും നമ്മൾ ഫസ്റ്റ് ടേം തന്നെ ആയതുകൊണ്ട് നമ്മൾ പിന്നെയും അത് ശ്രദ്ധിക്കും. ആ ഒരു ഫസ്റ്റ് ടേം ആയി വരുന്നത് കൊണ്ട് സഫിക്സ് നമ്മുടെ ലാസ്റ്റ് ടേം ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് കുറെയൊക്കെ നിങ്ങൾക്ക് പറയുമ്പോഴായിരിക്കും യൂണിറ്റ് ഇതായിരുന്നു ഇതിന്റെ എക്സാമ്പിൾ എന്ന് മനസ്സിലാവുന്നത്. ഇനി വരുന്ന കോമൺ റൂട്ട് വേർഡ്സ് ഒക്കെ ആവുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി കണക്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അബ്രിവിയേഷൻസ് ആണെങ്കിലും ഒക്കെ നിങ്ങൾ പഠിച്ച കുറേ വരുന്നുണ്ട് കേട്ടോ. ഒരുപാട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലേ. വായിച്ചു കഴിയുമ്പോ ഒന്ന് റിപ്ലൈ ചെയ്യണേ. കഴിഞ്ഞോ? ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ഇമ്പോർട്ടന്റ് പറയട്ടെ മിസ്? നോട്ട് ചെയ്ത് വെക്കുന്നുണ്ടല്ലോ അല്ലേ ഇമ്പോർട്ടൻസ്? ഇല്ലാത്തവരുണ്ടെങ്കിൽ ആരോടെങ്കിലും ചോദിച്ചിട്ട് കഴിഞ്ഞ ക്ലാസ്സിലേക്ക് കിട്ടാത്തവരുണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രൂപ്പുകളിലോ എങ്ങനെയാണോ പേഴ്സണൽ മെസ്സേജ് അയച്ചു എങ്ങനെയെങ്കിലും നിങ്ങൾ ആ ഒരു പേജിലുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളവയൊന്ന് നോക്കി വെക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ ഈ ഒരു പേജില് 16 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളവയാണ് പറയുന്നത്. നോട്ട് ചെയ്യണേ. 16, 19, 16, 19, 22, 16, 19, 22, 25, 25, 26, 16, 19, 22, 25, 26. കിട്ടിയോ? ഓക്കെ ആണോ? ഓക്കെ, നെക്സ്റ്റിലേക്ക് പോവാം. ഓക്കെ, നെക്സ്റ്റ് വേണ്ട നമ്മൾ ഇത്രയും ഭാഗം കൂടി ഉള്ളൂ കേട്ടോ. സഫിക്സ് കുറച്ച് പറഞ്ഞില്ലേ, വളരെ കുറച്ചുള്ളൂ സഫിക്സ്. നെക്സ്റ്റ് വേണ്ട ആർ ഹഫി. മറ്റേ ഇത് ടേംസ്, രണ്ട് ടേംസ് നമ്മൾ ഹെമറേജ് ഒക്കെ ബന്ധപ്പെട്ട് തന്നെയുള്ളതാണ്. ഇവിടെ ഈ ഒരു ടേം ആർ ഹഫി എന്ന് പറഞ്ഞാല് സൂച്ചർ ഓർ റിപ്പയർ ഓഫ്, അതായത് സർജിക്കൽ സൂച്ചർ ഓർ റിപ്പയർ. സൂച്ചർ ചെയ്യാന്ന് പറഞ്ഞാൽ തുന്നുക. നമ്മൾ തുന്നലിടാറില്ലേ, സ്റ്റിച്ച് ഇടാറില്ലേ സർജറി ഒക്കെ കഴിഞ്ഞിട്ട് ഇല്ലേ? സ്റ്റിച്ച് ഒക്കെ ഇടാറില്ല, അതിനെയാണ് കേട്ടോ ഇവിടെ ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ അത് റിപ്പയർ ചെയ്യുക. നമ്മളൊരു മുറിവുണ്ടാക്കിയാൽ അത് ശസ്ത്രക്രിയയിലൂടെ ഒരു മുറിവുണ്ടാക്കുന്നത് റിപ്പയർ ചെയ്യുന്നു അല്ലെങ്കിൽ തുന്നുന്നു എന്നുള്ള അർത്ഥമാണ് കേട്ടോ. അപ്പൊ അതിൽ നിങ്ങൾ ഗ്യാസ്ട്രോറഫി നമ്മൾ പറയാറുണ്ട്, അതായത് സൂച്ചറിങ് ഓഫ് ദി സ്റ്റൊമക്. സ്റ്റൊമക്കില് എന്തെങ്കിലും മുറിവുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ തുന്നുക അല്ലെങ്കിൽ സൂച്ചർ ചെയ്യുന്നതിനെയാണ് ഗ്യാസ്ട്രോറഫി എന്ന് പറയുന്നത്. ഇനി കാർഡിയോറഫി എന്ന് പറയുമ്പോൾ ഇപ്പൊ എന്തായിരിക്കും? ഹാർട്ടുമായി ബന്ധപ്പെട്ട് സൂച്ചർ ചെയ്യുക അല്ലെങ്കിൽ തുന്നുന്നതിനെയാണ്, അല്ലെങ്കിൽ ആ ഒരു മുറിവ് റിപ്പയർ ചെയ്യുന്നതിനെയാണ് നമ്മൾ കാർഡിയോറഫി എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അടുത്തത് അറാർഹിയ. അറാർഹിയ എന്ന് പറഞ്ഞാൽ ഫ്ലോ ഓർ ഡിസ്ചാർജ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അല്ലെ, അതുമായി ബന്ധപ്പെട്ട ടേംസ് തന്നെയാണ് കേട്ടോ. ഫ്ലോ ഓർ ഡിസ്ചാർജ് എന്നുള്ള അടുത്താണ്. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഏതെങ്കിലും ടേം കേട്ടിട്ടുണ്ടോ? റിയ, ഡയേറിയ കേട്ടിട്ടുണ്ടോ? ടേം ഡയേറിയ കേട്ടിട്ടില്ലേ? പ്രത്യേകിച്ച് കുട്ടികളുള്ള അമ്മമാരൊക്കെ ഒന്നും കേട്ടിട്ടില്ലേ ടേം ഡയേറിയ? കേട്ടിട്ടില്ലേ? എന്താണ്? ഡിസ്ചാർജ് ഓഫ് ലിക്വിഡ് ഫീസസ് അല്ലെ, ലൂസ് മോഷനെയാണ് നമ്മൾ ഡയേറിയ എന്ന് പറയാ അല്ലെ, വയറിളക്കം അല്ലേ? ആണോ? കേട്ടിട്ടില്ലേ? ഓക്കെ, ഇനി റിനോറിയ എന്ന് പറഞ്ഞ ഒരു ടേം ഉണ്ട്. റിനോറിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ നേസൽ ഡിസ്ചാർജ് വരില്ലേ, ജലദോഷം വരില്ലേ നമുക്ക്, നേസൽ ഡിസ്ചാർജ്, അതിനെയാണ് റിനോറിയ എന്ന് പറയും കേട്ടോ. അപ്പൊ അങ്ങനെ ഫ്ലോ അല്ലെങ്കിൽ ഡിസ്ചാർജ് എന്നുള്ള ഒരു ഫ്ലൂയിഡ്സിന്റെ ഫ്ലോ അല്ലെങ്കിൽ ഡിസ്ചാർജ് എന്നുള്ള ഒരു മീനിങ് ആണ് ആറാർഹിയ എന്നുള്ള പറയുന്ന ആ ഒരു സഫിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതാണ് സ്കോപ്പ്. സ്കോപ്പ് എന്ന് പറഞ്ഞാല് ഡിവൈസ് ഫോർ എക്സാമിനേഷൻ. പരിശോധനയ്ക്ക് ഉപയോഗിക്കുന്ന ഡിവൈസിനെ അല്ലെങ്കിൽ ആ ഒരു ഉപകരണത്തെയാണ് നമ്മൾ സ്കോപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ടേം യൂസ് മൈക്രോസ്കോപ്പ്, എൻഡോസ്കോപ്പ് ഇല്ലേ, ഇതൊക്കെ നമ്മളെ ബ്രോങ്കോസ്കോപ്പ്, ഓസ്റ്റോസ്കോപ്പ് അല്ലെങ്കിൽ ഓട്ടോസ്കോപ്പ്, ഇതൊക്കെ നമ്മള് എന്തിനു വേണ്ടിട്ടാ? പരിശോധനയ്ക്ക് വേണ്ടി. ലാപ്രോസ്കോപ്പ് പരിശോധനയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണങ്ങളല്ലേ അല്ലേ? പല കാര്യങ്ങൾക്ക് വേണ്ടി അല്ലെ, പല പരിശോധനകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന അതെ, സ്റ്റെതസ്കോപ്പ് ഒക്കെ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാം അല്ലേ. അടുത്തത് സ്കോപ്പി. സ്കോപ്പി എന്ന് പറയുമ്പോ എക്സാമിനേഷൻ വിത്ത് എ ഡിവൈസ്, അതായത് നമ്മൾ ഡിവൈസിനെയാണ് സ്കോപ്പ് എന്ന് പറഞ്ഞത്, അത് ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയെയാണ് നമ്മൾ സ്കോപ്പി എന്ന് പറയാം. അപ്പൊ ഒന്ന് എക്സാമ്പിൾ പറഞ്ഞു നോക്കിയേ. കൊളോണോസ്കോപ്പി,
ആർത്രോസ്കോപ്പി, എൻഡോസ്കോപ്പി, ലാപ്രോസ്കോപ്പി, അതൊക്കെ നമുക്ക് എന്ത് പറയാം, ആ ഒരു ഡിവൈസ് ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയാണ് അല്ലെ എക്സാമിനേഷനെയാണ് നമ്മള് സ്കോപ്പി എന്നൊരു ടേം കൊണ്ട് യൂസ് ചെയ്യുന്നത്. സ്കോപ്പ് എന്ന് പറയുമ്പോൾ ആ ഡിവൈസിനെയും ആ കൊണ്ട് ഉപയോഗിക്കുന്ന ആ ഡിവൈസ് ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സ്കോപ്പി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ അല്ലേ? ആ രണ്ട് ടേംസും മാറിപ്പോകരുത് കേട്ടോ, മനസ്സിലാക്കി പഠിക്കണേ. സ്കോപ്പ് എന്ന് പറഞ്ഞാൽ ഡിവൈസും, സ്കോപ്പി എന്ന് പറഞ്ഞാൽ ആ ഡിവൈസ് ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയും. ക്ലിയർ ആണല്ലോ അത്? കൊളോണോസ്കോപ്പി, ആർത്രോസ്കോപ്പി, എൻഡോസ്കോപ്പി, അങ്ങനെ ഏത് വേണമെങ്കിലും നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാം കേട്ടോ. അടുത്തത് സിസ് എന്ന് പറയുന്നതാണ്. സിസ് എന്ന് പറഞ്ഞ എ പ്രോസസ്, ആക്ഷൻ ഓർ കണ്ടീഷൻ. ഒരു പ്രക്രിയയാവാം, ഒരു പ്രവർത്തനം അല്ലെങ്കിൽ ഒരു പ്രവർത്തനമാവാം, അല്ലെങ്കിൽ ഒരു അവസ്ഥയെയാണ് നമ്മൾ സിസ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ സ്കോളിയോസിസ് കേട്ടിട്ടുണ്ടോ? എന്താണ് സ്കോളിയോസിസ്? നമ്മുടെ സ്പൈൻസിൽ ഉണ്ടാവുന്ന ഒരു കർവ്ഡ് കണ്ടീഷനെയാണ് കർവ്ഡ് സ്പൈൻ എന്ന് പറയുന്നത്. ആ ഒരു കർവ്ഡ് ആയിട്ടുള്ള സ്പൈൻ, നമ്മുടെ സ്പൈൻസിന്റെ അവിടെ എന്ത് ചെയ്യാറുണ്ട്, കർവ് ഉണ്ടാവും. ചിലർക്ക് പറയാറില്ലേ നട്ടിലിന്റെ വളർച്ച എന്താണ്, നട്ടിലിന്റെ വളവുണ്ട് എന്നൊക്കെ നമ്മൾ പറയില്ലേ. സ്കോളിയോസിസ് എ കണ്ടീഷൻ ഓഫ് കർവ്ഡ് സ്പൈൻ കേട്ടോ. ഇവിടെ ഉദ്ദേശിക്കുന്ന സിസിനും വ്യത്യാസമുണ്ട് കേട്ടോ. ഇവിടെ പ്രോസസ്, ആക്ഷൻ ഓർ കണ്ടീഷൻ എന്നുള്ളത് ഡയാലിസിസ് എന്നൊക്കെ പറയുന്ന ആ ഒരു പ്രക്രിയയെ നമുക്ക് പറയാം കേട്ടോ. ഇതൊരു കണ്ടീഷനെയാണ് മിസ് എക്സാമിന് പറഞ്ഞത്. ഡയാലിസിസ് അല്ലെങ്കിൽ പാരാലിസിസ് പറഞ്ഞ ആ ഒരു അവസ്ഥയെ നമുക്ക് പറയാം, അങ്ങനെ പറയാം കേട്ടോ. സോറിയോസിസ് പറയാം, അതൊരു ഡിസീസ് കണ്ടീഷൻ അല്ലേ, ഡിസീസ് കണ്ടീഷൻ അല്ലേ, അങ്ങനെ നമുക്ക് പറയാം കേട്ടോ. അതുപോലെ ഹീമോസ്റ്റാസിസ് എന്ന് പറഞ്ഞാൽ പ്രോസസ് ഓഫ് സ്റ്റോപ്പിംഗ് ബ്ലഡ് ബ്ലീഡിംഗ് ആണ്. ആ ഒരു പ്രോസസ്സിന് വേണ്ടി നമുക്ക് അങ്ങനെ പറയാം കേട്ടോ. അപ്പൊ അതിനൊക്കെ നമ്മൾ SIS എന്ന് പറയുന്ന, സിസ് എന്ന് പറയുന്ന ആ ഒരു സഫിക്സ് യൂസ് ചെയ്യാറുണ്ട്. അടുത്തതാണ് ടാക്സിസ്. ടാക്സിസ് എന്ന് പറഞ്ഞാൽ ഓർഡർ, അറേഞ്ച്മെന്റ് ഓഫ് എന്നുള്ള അർത്ഥമാണ്. ഓർഡർ അല്ലെങ്കിൽ അറേഞ്ച്മെന്റ് ചെയ്യുക അല്ലെങ്കിൽ ക്രമമാക്കുക എന്നുള്ള അർത്ഥമാണ്. അപ്പൊ അതിന് കീമോടാക്സിസ് പറയാം, ഫോട്ടോടാക്സിസ് പറയാം, തെർമോടാക്സിസ് പറയാം. അതായത് മൂവ്മെന്റ് ഇൻ റെസ്പോൺസ് ടു കെമിക്കൽ സ്റ്റിമുലയുമായി ബന്ധപ്പെട്ട റെസ്പോൺസ് കൊണ്ടുള്ള മൂവ്മെന്റിനെയാണ് കീമോടാക്സിസ് എന്ന് പറയുന്നത്. അപ്പൊ ഫോട്ടോടാക്സിസ് എന്തായിരിക്കും? ഫോട്ടോ എന്ന് പറയുമ്പോൾ എന്തുമായി ബന്ധപ്പെട്ടായിരിക്കും? ഫോട്ടോ, ലൈറ്റ് അല്ലെ, മൂവ്മെന്റ് ഇൻ റെസ്പോൺസ് ടു ലൈറ്റുമായി ബന്ധപ്പെട്ട റെസ്പോൺസ് കൊണ്ടുള്ള മൂവ്മെന്റിനെയാണ് നമ്മൾ ഫോട്ടോടാക്സിസ് എന്ന് പറയുന്നത്. ഇനി തെർമോടാക്സിസ് എന്ന് പറയുമ്പോൾ മൂവ്മെന്റ് ഇൻ റെസ്പോൺസ് ടു തെർമോ എന്ന് പറയുമ്പോൾ ചേഞ്ചസ് ഇൻ ടെമ്പറേച്ചർ അല്ലെ, ടെമ്പറേച്ചറുമായി ബന്ധപ്പെട്ട ചേഞ്ചസുമായി ബന്ധപ്പെട്ട റെസ്പോൺസ് കൊണ്ടുണ്ടാവുന്ന മൂവ്മെന്റ്. അങ്ങനെ ദെൻ അടുത്തത് ട്രോഫിക്. ട്രോഫിക് എന്ന് പറഞ്ഞ ടേം റിലേറ്റിംഗ് ടു ന്യൂട്രീഷൻ, പോഷകാഹാരങ്ങളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഗ്രോത്തുമായി ബന്ധപ്പെട്ട ഒരു ടേമാണ് ട്രോഫിക് എന്ന് പറയുന്ന സഫിക്സ് നമ്മൾ യൂസ് ചെയ്യും. അതായത് ട്രോഫിക് ഡിസോർഡേഴ്സ് എന്ന് പറയാം, ട്രോഫിക് ഡിസോർഡേഴ്സ് എന്ന് പറയാറുണ്ട്. അതായത് ഇഷ്യൂസ് റിലേറ്റഡ് ടു ന്യൂട്രീഷനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെയാണ് നമ്മൾ ട്രോഫിക് ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ ട്രോഫിക് ഫാക്ടർ എന്ന് പറയാറുണ്ട്. അത് നമ്മുടെ സെല്ലുലാർ ഗ്രോത്തിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന സബ്സ്റ്റൻസുകളെയാണ് ട്രോഫിക് ഫാക്ടർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലാസ്റ്റ് വൺ ആണ് യൂറിയ. യൂറിയ എന്തായിരിക്കും? അതിന്റെ മീനിങ് എന്താ? റിലേറ്റിംഗ് ടു എ സബ്സ്റ്റൻസ് ഇൻ ദ യൂറിൻ. യൂറിനിലെ ഏതെങ്കിലും സബ്സ്റ്റൻസുമായി ബന്ധപ്പെട്ട് പറയാം, അല്ലെങ്കിൽ എന്തെങ്കിലും യൂറിനുമായി ബന്ധപ്പെട്ട ഒരു അവസ്ഥ അല്ലെങ്കിൽ കണ്ടീഷനെയും നമുക്ക് യൂറിയ എന്ന് പറയാം. പോളിയൂറിയ കേട്ടിട്ടുണ്ടോ? പോളിയൂറിയ, ഫ്രീക്വന്റ് യൂറിനേഷൻ, ഷുഗർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഡയബറ്റീസ് ഉള്ള പേഷ്യൻസിനൊക്കെ പോളിയൂറിക് കണ്ടീഷൻ ഉള്ളവരുണ്ടാവും. ഫ്രീക്വന്റ് ആയിട്ടുള്ള യൂറിനേഷൻ ഉള്ള ആളുകളുണ്ടാവും. ആ ഒരു കണ്ടീഷനെയാണ് പോളിയൂറിയ എന്ന് പറയുന്നത്. ദെൻ ഗ്ലൈക്കോസ് യൂറിയ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രസൻസ് ഓഫ് ഗ്ലൂക്കോസ് ഇൻ ദ യൂറിൻ അല്ലെ, യൂറിനിലെ ഗ്ലൂക്കോസിന്റെ പ്രസൻസ് കണ്ടെത്തുക അല്ലെങ്കിൽ കണ്ടെത്തിയിട്ടുണ്ട് എന്ന രീതിയിൽ വരുന്ന ടേമാണ് യൂറിയ. ഇത് എന്തിന്റെങ്കിലും പ്രസൻസ്, യൂറിനുള്ള എന്തെങ്കിലും സബ്സ്റ്റൻസിന്റെ പ്രസൻസ് ആവാം, അല്ലെങ്കിൽ ഒരു കണ്ടീഷനെയോ നമ്മൾ എന്തെന്ന് പറയും യൂറിയ എന്നുള്ളൊരു എന്താണ് സഫിക്സ് ഉപയോഗിച്ചുകൊണ്ട് ഡിനോട്ട് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ ഇൻഡിക്കേറ്റ് ചെയ്യാറുണ്ട്. വേഗം ഒന്ന് വായിച്ചു നോക്കിയാൽ ലാസ്റ്റ് ഭാഗം. ഓക്കെ ഓക്കെ അല്ലേ? അപ്പൊ അതിലാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പറയട്ടെ.
ഓക്കെ, അപ്പൊ നോട്ട് ചെയ്തോ കേട്ടോ. 33, 33, 36, 33, 36, 37, 33, 36, 37, 33, 36, 37. Clear ആണോ? ഓക്കെ അല്ലേ? ഓക്കെ, ശരി. ഇനി നെക്സ്റ്റ് നമ്മുടെ സഫിക്സ് കംപ്ലീറ്റ് ആയിട്ട് മിസ് പറഞ്ഞില്ലേ, സഫിക്സ് കുറച്ചേ ഉള്ളൂ നിങ്ങൾക്ക് പഠിക്കാനായിട്ട്. ഇനി അടുത്തത് കോമൺ റൂട്ട് വേർഡ്സ് ആണ്. റൂട്ട് വേർഡ്സ് അല്ലെങ്കിൽ കോമൺ റൂട്ട് വേർഡ്സ് അല്ലെങ്കിൽ റൂട്ട് വേർഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വേർഡിന്റെ എസെൻഷ്യൽ മീനിങ് ഉള്ള ചീഫ് പാർട്ട് ആണ്, അല്ലേ? ദ മോസ്റ്റ് ഫണ്ടമെന്റൽ പാർട്ട് ഓഫ് എ വേർഡ്, അല്ലെ? ഒരു വേർഡിന്റെ ഏറ്റവും മോസ്റ്റ് ഫണ്ടമെന്റൽ പാർട്ട് അല്ലെങ്കിൽ ചീഫ് പാർട്ടിനെയാണ് നമ്മൾ റൂട്ട് വേർഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇതിൽ നിന്ന് ഇതിന്റെ കൂടെ സഫിക്സോ പ്രിഫിക്സോ ഒക്കെ ചേർത്ത് നമുക്ക് മറ്റ് വേർഡുകൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഏറ്റവും ചീഫസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും ഫണ്ടമെന്റൽ പാർട്ട് ഓഫ് ദ വേർഡിനെയാണ് നമ്മൾ കോമൺ റൂട്ട് വേർഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൽ കുറേ നിങ്ങൾക്ക് പരിചയമുള്ളതായിരിക്കും, എളുപ്പമാണ് കേട്ടോ. അപ്പൊ അതിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാലോ. ഒന്ന് രണ്ടെണ്ണം നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു വെക്കാം കേട്ടോ. അപ്പൊ അതില് ഫസ്റ്റ് വൺ ആണ് അക്കോ. അക്കോ എന്ന് പറഞ്ഞാല് ഹിയർ എന്നാണ് അതിന്റെ അർത്ഥം. ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും വേർഡ് കേട്ടിട്ടുണ്ടോ? അക്കോസ്റ്റിക്സ് എന്ന് പറയുന്ന വേർഡ് കേട്ടിട്ടുണ്ടോ? സ്റ്റഡി ഓഫ് സൗണ്ടിനെ കുറിച്ചുള്ള പഠനത്തെയാണ് നമ്മൾ അക്കോസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പൊ അത് ഏത് റൂട്ട് വേർഡിൽ നിന്ന് വന്നിരിക്കുന്ന ഈ അക്കോ എന്ന് പറയുന്ന റൂട്ട് വേർഡിന്റെ കൂടെ സഫിക്സോ പ്രിഫിക്സോ ചേർത്ത് നമുക്ക് വേറെ ടേംസ് ഉണ്ടാക്കാം. അപ്പൊ അക്കോസ്റ്റിക്സ് എന്ന് പറയുന്നത് ഇതിന്റെ കൂടെ സഫിക്സ് ചേർത്ത് ഉണ്ടാക്കിയിരിക്കുന്ന വേർഡാണ്. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് സൗണ്ട് ആണ് കേട്ടോ. അക്കോ എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് ഹിയർ ആണ്. അപ്പൊ ആ സൗണ്ടുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കേൾവിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പല ടേംസും ഈ അക്കോ എന്ന് പറയുന്ന റൂട്ട് വേർഡിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ മെയിൻ വേർഡ് ഇതാണ്. അതിൽ നിന്നാണ് പല പല വേർഡുകളിലേക്ക് എന്ത് ചെയ്യുന്നത്, സഫിക്സോ പ്രിഫിക്സോ ചേർത്ത് മാറുന്നത്. ക്ലിയർ അല്ലേ? ഇനി ആഡിപ്പ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അടുത്തത് അഡിപ്പ് എന്ന് പറയുന്നത് ആഡിപ്പോസ് ടിഷ്യൂ അല്ലെങ്കിൽ ഫാറ്റ് എന്നാണ് അതിന്റെ അർത്ഥം. അതായത് ഫാറ്റി ടിഷ്യൂസ് അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ ആഡിപ്പോസ് ടിഷ്യൂസ് ഉണ്ട്. അതാണ് നമ്മുടെ ഫാറ്റിനെ സ്റ്റോർ ചെയ്യുന്ന, നമ്മുടെ ബോഡിയിൽ ഫാറ്റിനെ സ്റ്റോർ ചെയ്യുന്ന ടിഷ്യൂസ് ആണ് ആഡിപ്പോസ് ടിഷ്യൂസ്. അപ്പൊ ആഡിപ്പ് എന്ന് പറയുന്ന വേർഡ് ഫാറ്റുമായി ബന്ധപ്പെട്ടതാണ്. ആൽബ് എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് വൈറ്റ് എന്നാണ്. അതായത് ഇതുമായി ബന്ധപ്പെട്ട ആൽബിനിസം ഉള്ളവരെ കണ്ടിട്ടുണ്ടോ നിങ്ങള്? ചില ആളുകളെ കണ്ടിട്ടില്ലേ? അവർക്ക് ലാക്ക് ഓഫ് പിഗ്മെന്റേഷൻ ആയിരിക്കും. അപ്പൊ അവരുടെ സ്കിന്നിലായിക്കോട്ടെ, ഐസിലായിക്കോട്ടെ, ഹെയറിലായിക്കോട്ടെ ലാക്ക് ഓഫ് പിഗ്മെന്റേഷൻ ആയിരിക്കും. കണ്ടിട്ടുണ്ടോ? ഒരു വൈറ്റ് കളറ് അല്ലെങ്കിൽ ഒരു പെയിൽ ഇൻ അപ്പിയറൻസ് ആയിട്ട് വൈറ്റ് കളർ, അവരുടെ മുടിയും താടിയും ബോഡി ഫുള്ളും വൈറ്റ് കളർ ആയിട്ടുള്ള ആളുകൾ കണ്ടിട്ടില്ലേ? അതൊരു രോഗാവസ്ഥയാണ് കേട്ടോ ആൽബിനിസം എന്ന് പറയുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ആ ഒരു ടേം യൂസ് ചെയ്യും. അടുത്തത് ആൽസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പെയിൻ എന്നുള്ള അർത്ഥമാണ് വരുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് വൈറ്റ് എന്നാണ് കേട്ടോ ആൽബിന്റെ അർത്ഥം, വൈറ്റ്. അപ്പൊ നമുക്ക് കണക്ട് ചെയ്യാലോ. ആൽസസ് എന്ന് പറഞ്ഞാൽ പെയിൻ എന്നാണ് അർത്ഥം. അപ്പൊ ആൽസസുമായി ബന്ധപ്പെട്ടൊരു ടേം പറഞ്ഞേ, പെയിനുമായി ബന്ധപ്പെട്ടൊരു ടേം അനാൽജസിക് അല്ലേ? അനാൽജസിക് എന്ന് പറയുന്നത് മെഡിക്കേഷൻ റിലീഫ് പെയിൻ അല്ലേ? പെയിനെ കുറയ്ക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മെഡിസിൻസിനെയാണ് അനാൽജസിക് എന്ന് പറയുന്നത്. പറയാറില്ലേ? കേട്ടിട്ടുണ്ടോ? ഇല്ല. അതുപോലെ ആൽഗോളജി എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് പെയിൻ കേട്ടോ. പെയിനെ കുറിച്ചുള്ള പഠനമാണ് ആൽഗോളജി. അപ്പൊ അതിലൊക്കെ ആൽജസ് അല്ലെങ്കിൽ ആൽഗോ എന്നൊക്കെ ഉള്ള ഒരു വേർഡ് വരുന്നുണ്ടല്ലോ. അപ്പൊ ഇതിൽ നിന്നാണ് ഈ പെയിൻ കോമൺ റൂട്ട് വേർഡിൽ നിന്നുമാണ് മറ്റു വേർഡ്സ് ഉണ്ടായിരിക്കുന്നത്. ഇനി ഒരെണ്ണോട് പറയാം, 5 പറയാം നമുക്ക്. ആൻഡർ അല്ലെങ്കിൽ ആൻഡർ എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ ആൻഡ്രോ എന്നും പറയാറുണ്ട്. അതിന്റെ അർത്ഥം മെയിൽ എന്നാണ്. ഇതുമായി ബന്ധപ്പെട്ടൊരു ടേം പറയാമോ? മെയിലുമായി ബന്ധപ്പെട്ടൊരു ടേം എന്താണ്? ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് പഠിച്ചോ? മെയിൽ റിപ്രൊഡക്റ്റീവ് ഓർഗൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ഏതാണ്? ഏത് ഡിപ്പാർട്ട്മെന്റാ? യൂറോളജി ആണോ? യൂറോളജിയിൽ മെയിൽ മാത്രമാണോ വരുന്നത്? യൂറോളജിയുടെ കൂടെ ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചോ?
ആലോചിച്ചോക്കെ. ആൻഡ്രോളജി പഠിച്ചോ? മെയിൽ റിപ്രൊഡക്റ്റീവ് ഓർഗൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് അല്ലേ? ആണ്. അതുപോലെ തന്നെ ആൻഡ്രജൻ എന്ന് പറയുന്നത് മെയിൽ സെക്സ് ഹോർമോൺ ആണ് കേട്ടോ. ആൻഡ്രജൻ മെയിൽ സെക്സ് ഹോർമോൺ. ആൻഡർ അല്ലെങ്കിൽ ആൻഡ്രോ എന്ന് പറയുന്ന ടേം മെയിൽ എന്നുള്ള അർത്ഥം വരുന്നതാണ്. 5 നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അവിടെ വരെയും നെക്സ്റ്റ് ക്ലാസ്സിൽ വായിച്ചിട്ട് വരാം കേട്ടോ. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മിസ് ആ ഒരു പേജിലുള്ളത് പറഞ്ഞുതരാം. ഓക്കെ, താങ്ക് യു.